നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പിണറായി സർക്കാരിന്റെ പോക്ക് എങ്ങോട്ടാണ്? നാട്ടുകാർ മൂക്കത്ത് വിരൽ വെക്കുന്ന തീരുമാനമെടുക്കുമ്പോൾ അരുത് എന്ന് പറയാൻ കൂട്ടത്തിലുള്ള ഉപദേശകർക്ക് ആർക്കും കഴിയാത്തത് കിട്ടുന്നത് മുഴുവൻ ഇഷ്ടക്കാർക്കായതുകൊണ്ടല്ലേ? കേരളം മുഴുവൻ ആദരിക്കുന്ന, ഓരോ വീട്ടിലും സ്നേഹവും കരുതലും എത്തിക്കുന്ന ആശമാർ പൊരിവെയിലിൽ തലസ്ഥാനത്ത് ഭരണസ്ഥിരാ കേന്ദ്രത്തിന് മുന്നിൽ 10 ദിവസമായി 7000 രൂപയ്ക്ക് കെഞ്ചുമ്പോൾ PSC ചെയർമാന്റെയും 20 അംഗങ്ങളുടെയും ശമ്പളം 3,80,000 എത്തിച്ചത് 1 ലക്ഷത്തിലേറെ ഒറ്റയടിക്ക് കൂട്ടി. ഈ പറയുന്ന PSC അംഗങ്ങൾ മുഴുവൻ CPM-ന്റെയും ഘടകകക്ഷികളുടെയും നോമിനികൾ. തീർന്നില്ല. സർക്കാരിനു വേണ്ടി കേന്ദ്രവുമായി ലെയ്സൺ നടത്തുന്ന KV തോമസിന് യാത്രാ ചെലവ് 6 ലക്ഷം കൂട്ടിക്കൊടുക്കാനും എതിർപ്പില്ല. സർക്കാർ വക്കീലന്മാർക്കും കൈ നിറയെ. ആശമാരുടെ കാര്യത്തിൽ മറ്റ് കുടിശ്ശികകൾ പോലെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തലും ധനപ്രതിസന്ധിയുടെ പേരിൽ കുടിശ്ശിക മുടങ്ങുന്നത് വേതനം കൂട്ടാത്തതും പാവങ്ങളുടെ മാത്രം. ഇഷ്ടക്കാർക്ക് ഇഷ്ടം പോലെ വാരിക്കൊടുക്കാൻ ആശമാരുടെ സമരം തീരുന്നതുവരെയെങ്കിലും കാത്തു നിൽക്കാൻ പോലും ഔചിത്യം കാണിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലെങ്കിൽ പിന്നെ എന്താണ്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഉദ്യോഗാർത്ഥിയായ ശ്രീ MS വിഷ്ണു എന്നിവരാണ്. ആദ്യം വിഷ്ണു, നമ്മൾ PSCയുടെ കാര്യത്തിൽ പലതവണ ചർച്ചയ്ക്കിരുന്നതാണ്. പക്ഷേ ഇവിടെ PSC ചെയർമാന്റെയും PSC അംഗങ്ങളുടെയും ശമ്പളം കുത്തനെ കൂട്ടിയ സർക്കാരിന്റെ നടപടി, അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് വരുന്നത്. അത് ഈ ഘട്ടത്തിൽ, അതും ഈ ആശാ വർക്കർമാർ ഒരു 7000 രൂപയ്ക്ക് വേണ്ടി സമരം ചെയ്യുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. തിരിഞ്ഞു നോക്കുന്നില്ല സർക്കാർ, അവിടെ കേന്ദ്രത്തെയാണ് പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഇത്ര വലിയ ശമ്പള വർധന ഈ PSC ചെയർമാനും PSC അംഗങ്ങൾക്കും നൽകിയത് ഏതെങ്കിലും രീതിയിൽ ന്യായീകരിക്കാൻ പറ്റുന്നതാണോ? അല്ലല്ലോ, ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഗവൺമെൻറ് ഒരു തൊഴിലാളി വർഗ ഗവൺമെൻറ്റാണ്. അപ്പോൾ അവരൊരു സോഷ്യലിസ്റ്റ് നയം നടപ്പാക്കാൻ നിൽക്കുന്ന ഗവൺമെൻറ്റാണ്. അപ്പോൾ എന്നെപ്പോലെയുള്ള കോർപ്പറേറ്റുകൾക്ക് ജോലി തരാതെ, കാര്യം എന്നെപ്പോലെയുള്ള 10,000 യുവാക്കളുണ്ട്. ഞങ്ങൾ 5 സെൻറ്റ് 3 സെൻറ്റ് തുടങ്ങിയ വസ്തുവിൽ ജീവിക്കുന്ന പാവങ്ങളാണ്. ഒരു ഉദ്യോഗാർത്ഥി, ഒരു പാവപ്പെട്ട ഉദ്യോഗാർത്ഥി, ഒരു മാസം അവൻ്റെ ഫീസ് എന്ന് പറയുന്നത് കോച്ചിങ് സെൻറ്ററിൽ മിനിമം 1000 രൂപയാണ്. സ്പെഷ്യൽ ട്യൂഷന് പോകുന്നെങ്കിൽ ഇംഗ്ലീഷ് മാത്സ് വിഷയങ്ങളിൽ അവ വീണ്ടും 1000 വെച്ച് വീണ്ടും കൊടുക്കണം. ഒരു 3000-4000 രൂപ ഒരു ഉദ്യോഗാർത്ഥി പഠിക്കുവാൻ വേണ്ടി മാത്രം മാസം മാറ്റിവെക്കുകയാണ്. അങ്ങനെ വർഷങ്ങളോളം പഠിച്ചാണ് ഓരോ ഉദ്യോഗാർത്ഥിയും ഓരോ റാങ്ക് ലിസ്റ്റുകൾ കയറി കൂടുന്നത്. ഇങ്ങനെ കൂടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കുന്നില്ല. ജോലി കൊടുക്കാത്തതിന് ഈ ഗവൺമെൻറ് നൽകുന്ന മറുപടി, സാമ്പത്തികമായി ഗവൺമെൻറ് ബുദ്ധിമുട്ടുന്നുവെന്നാണ് ഗവൺമെൻറ് നമുക്ക് പറയുന്നത്. അത് നമ്മളിങ്ങനെ ഈ വേക്കൻസി അന്വേഷിച്ച് ഇവരുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് ഇവരിങ്ങനെ നമ്മൾ മറുപടി പറയുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള കോടീശ്വരർക്ക് ജോലി തരാൻ ഇവർക്ക് സാമ്പത്തികമില്ല. ഈ പറയുന്ന PSC ചെയർമാൻ, ഈ നേരത്തെ PSC ചെയർമാൻ, അദ്ദേഹം ഒരു വളരെ ദരിദ്രം അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ്. നേരത്തെ PSC ചെയർമാൻ, അദ്ദേഹത്തിന് PSC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം റിട്ടയർമെൻ്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന് മറ്റൊരു സർക്കാർ ചുമതല കൊടുത്തിരിക്കുന്നത്, അതും നല്ല ശമ്പളമുള്ളൊരു ചുമതലയാണ്. ഇങ്ങനെയുള്ള ആളുകൾ, പിന്നെ പാവങ്ങളായിട്ടുള്ള വേറെ ചില ആൾക്കാരുടെ പേര് കൂടി ഞാൻ പറയാം. ഒന്ന് ശ്രീ EP ജയരാജൻ്റെ അനന്തരവനായിട്ടുള്ള സുധീർ നമ്പ്യാർ, മറ്റൊന്ന് ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള ശ്രീ MB രാജേഷിൻ്റെ ഭാര്യ, ഇങ്ങനെ പിന്നെ വേറെ ഒരാൾ ചെങ്ങന്നൂർ MLA ശ്രീ KK രാമചന്ദ്രൻ നായരുടെ മകൻ. ഇങ്ങനെയുള്ള പാവങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് അവരുടെ തൊഴിൽ എന്നുള്ള അവകാശം നിലനിർത്തുകയും എന്നെപ്പോലെ കൂലിപ്പണിയെടുത്ത് കരിങ്കല്ല് ചുമന്ന് പഠിക്കുന്ന, അതുപോലെ തന്നെ കാറ്ററിംഗ് വർക്കിനൊക്കെ പോയി പഠിക്കുന്ന ഈ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ തരാതെ ഇരിക്കുകയും ചെയ്യുന്ന ആ സോഷ്യലിസ്റ്റ് നയമുണ്ടല്ലോ, ആ സോഷ്യലിസ്റ്റ് നയം വളരെയധികം ഇവിടെ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ഇവരുടെ ഈ ഇതാണ് യഥാർത്ഥ സോഷ്യലിസ്റ്റ്. താങ്കൾക്ക് പോലും ഇത് പരിഹസിക്കേണ്ടി വരികയാണല്ലോ സംസ്ഥാന സർക്കാരിനെ. കാരണം എല്ലാവരും മൂക്കത്ത് വിരൽ വെക്കുന്ന ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. അയ്യേ എന്ന് പറയാൻ തോന്നിപ്പോകുന്ന ഒരു നിലപാട്. ഇതിലിപ്പോൾ PSC അംഗങ്ങൾ, അതിൽ ചെയർമാൻ ഉൾപ്പെടെ 21 പേരെ PSCയിൽ നിയമിക്കാം. അതിൽ ഇപ്പോൾ ഒരു ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ PSC ചെയർമാനും അംഗങ്ങളും ഉൾപ്പെടെ 20 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഇവരുടെ ശമ്പളത്തിലാണ് ഇത്രയും വലിയ വർധന വരുത്തിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 1,22,000 രൂപ ഒറ്റയടിക്ക് കൂട്ടിയിരിക്കുകയാണ് അംഗങ്ങളുടെ. ചെയർമാന്റെ 1,08,000 രൂപ ഒറ്റയടിക്ക് കൂട്ടി. അങ്ങനെ 3,87,000 രൂപ അലവൻസ് ഉൾപ്പെടെ ഒരു മാസം PSCയുടെ ചെയർമാന് കിട്ടും. PSCയുടെ അംഗങ്ങൾക്ക് കിട്ടുന്നത് അലവൻസും ഒക്കെ ഉൾപ്പെടെ 3,80,000 രൂപയുമാണ്. ഇതിൽ അംഗങ്ങളെ ഇപ്പോൾ PSC ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ MR ബൈജു ആണ്. അതെ,
അദ്ദേഹമാണ് PSC ചെയർമാൻ. അദ്ദേഹം CPM-ന്റെ നോമിനിയാണ്. പിന്നെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഡോക്ടർ ശ്രീകുമാർ എസ് CPM-ന്റെ നോമിനിയാണ്. എസ് വിജയകുമാരൻ നായർ CPI-യുടെ നോമിനിയാണ്. ജോയിന്റ് കൗൺസിലിന്റെ നേതാവൊക്കെയായിരുന്നു അദ്ദേഹം നേരത്തെ. പിന്നെ SA സെയ്ഫ് അറിയാമല്ലോ, കേരള കോൺഗ്രസ് ബാലകൃഷ്ണ പിള്ള വിഭാഗത്തിന്റെ, അതായത് ഗണേഷ് കുമാറിന്റെ നോമിനിയാണ്. അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണ് എന്നുള്ളത്, അദ്ദേഹം ബാലകൃഷ്ണ പിള്ളയുടെ ജീവചരിത്രം എഴുതിയ ആളാണ്, അങ്ങനെയുള്ള യോഗ്യതയുണ്ട്. പിന്നെ അബ്ദുൾ സമദ് VTK INL-ന്റെ പ്രതിനിധിയായിട്ട് നോമിനിയായിട്ട് വന്നയാളാണ്. CK ഷാജിബ് RJD-യുടെ നോമിനിയായിട്ട് വന്നയാളാണ്. ഡോക്ടർ സ്റ്റാൻലി തോമസ് കേരള കോൺഗ്രസ് ആന്റണി രാജു വിഭാഗത്തിന്റെ, അതായത് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നോമിനി. ഡോക്ടർ മിനി സക്കറിയാസ് കേരള കോൺഗ്രസിന്റെ തന്നെ, അത് മറ്റൊരു കേരള കോൺഗ്രസ് ഉണ്ടല്ലോ നേരത്തെ, സ്കറിയ തോമസ് വിഭാഗത്തിന്റെ, അവരുടെ നോമിനിയാണ്. പിന്നെ രമ്യ VR NCP-യുടെ നോമിനിയാണ്. ഈ NCP-യുടെ ഈ നോമിനിയെ PSC അംഗമായി നിയമിച്ചതിൽ ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഈ കൈക്കൂലി കൊടുത്തു എന്നുള്ളത്, കോഴ വാങ്ങി എന്നുള്ളത് NCP-യിൽ അതൊരു നടപടിക്ക് പോലും കാരണമായിരുന്നു. വനം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗം പോലുമായിരുന്ന ഒരു ബിജു ആബേൽ ജേക്കബ്, നേരത്തെ അദ്ദേഹം മാധ്യമപ്രവർത്തകനുമായിരുന്നു, അദ്ദേഹത്തെ ആ സ്റ്റാഫിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അത് മാത്രമല്ല NCP-യിലും നടപടി നേരിടേണ്ടി വന്നു. അത് PC ചാക്കോ തന്നെ അന്ന് അറിയിച്ച കാര്യവുമാണ്. പിന്നെ അഡ്വക്കേറ്റ് C ജയചന്ദ്രൻ CPM-ന്റെ പ്രതിനിധി, പ്രകാശൻ K CPM-ന്റെ പ്രതിനിധി, ജിപ്സൺ വി പോൾ CPI-യുടെ നോമിനി, പ്രകാശൻ PP CPM-ന്റെ നോമിനി, KT ബാലഭാസ്കരൻ CPM-ന്റെ, ഡോക്ടർ പ്രിൻസി കുര്യാക്കോസ് CPM-ന്റെ നോമിനി, DYFI-യുടെ നേരത്തെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്നു പ്രിൻസി കുര്യാക്കോസ്. പിന്നെ ജോസ് ഡിക്കോസ് CPM-ന്റെ നോമിനി, അഡ്വക്കേറ്റ് ജോഷ് H CPM-ന്റെ നോമിനി, CB സ്വാമിനാഥൻ CPI-യുടെ, ബോസ് അഗസ്റ്റിൻ അഡ്വക്കേറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നോമിനിയായിട്ട് വന്നതാണ്. ശ്രീമതി ഋഷ T ഗോപാൽ JDS-ന്റെ നോമിനിയാണ്. ഇതിലും ഒരു വിവാദം ഉണ്ടായിരുന്നു. JDS അവിടെ കൈക്കൂലി വാങ്ങി എന്നുള്ള ആരോപണമൊക്കെ അന്ന് ഉണ്ടായിരുന്നു. പണം വാങ്ങിയാണ് ഇവരെ നിയമിച്ചതെന്ന്. ഈ ആളുകൾക്കാണ് കിട്ടാൻ പോകുന്നത്. ഭരണഘടനാ സ്ഥാപനമാണ്. പിന്നെ ഒരു കാര്യം, ഇവർക്ക് അവരുടെ പദവിയിലെത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ശമ്പളവും കൊടുക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതെല്ലാം രാഷ്ട്രീയ നിയമനങ്ങളാണ്. ഇവരൊന്നും ഏതെങ്കിലും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വന്നവരല്ല. CPM-നാണ് ഏറ്റവും കൂടുതലുള്ളത്, 9 പേരുണ്ട്. 9 പേര് അതിലുണ്ട്. ബാക്കിയുള്ളവർ ഘടകകക്ഷികളുടെ നോമിനികളുമാണ്. ഇവർക്ക് ഇത്രമാത്രം ശമ്പളം കൂട്ടിക്കൊടുക്കുവാൻ എന്ത് അടിയന്തര സാഹചര്യമാണ് ഉള്ളത്? അതിനുള്ള മറുപടി സർക്കാരാണ് നൽകുന്നത്. ശ്രീ പണിക്കർ, സർക്കാരാണ് ഈ മറുപടി നൽകേണ്ടത്. പക്ഷേ മറുപടി എന്തായാലും കിട്ടില്ല, സ്വാഭാവികമാണത്. തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സർക്കാർ ഏതൊരു വിഷയത്തിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിന് കൃത്യമായ ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്യുന്ന 2 കാര്യങ്ങൾ, അതിലൊന്ന് 2.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന PSC അംഗങ്ങൾക്ക് പെട്ടെന്ന് ശമ്പളം വർദ്ധിപ്പിച്ചിട്ട് 3.5 ലക്ഷം ആക്കുമ്പോൾ എന്ത് ആണ് അതിൻ്റെ പിന്നിലുള്ള ജസ്റ്റിഫിക്കേഷൻ? എന്തുകൊണ്ടാണ് നേരത്തെ അവർക്ക് നിലവിൽ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന 2.5 ലക്ഷം രൂപ പര്യാപ്തമാകാതെ 1 ലക്ഷം രൂപയും കൂടി അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി വന്നിരിക്കുന്ന സാഹചര്യം എന്താണ്? അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എന്ത് ജോലിയാണ് അവർ ചെയ്യുന്നത്? അത്ര ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണോ അവർ ചെയ്യുന്നത്? ഇത്ര ഉയർന്ന ശമ്പളം കിട്ടുന്നതിന് വേണ്ടി അവരുടെ യോഗ്യത എന്താണ്? 6 വർഷം സർവീസിൽ ഇരുന്നതിന് ശേഷം പിന്നീട് ഒരു പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ ഒക്കെ കിട്ടുന്നത് മാത്രമുള്ള ലെവലിലേക്കുള്ള ആനുകൂല്യങ്ങൾ, അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ കിട്ടുന്ന രീതിയിലേക്കുള്ള എന്ത് സേവനമാണ് ഈ 21 പേർ നാടിന് നൽകുന്നത് എന്നതിനെപ്പറ്റി വിശദീകരിക്കേണ്ടത് കൃത്യമായിട്ടും സർക്കാർ തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ കാണുന്ന, താങ്കൾ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ, ആശാ വർക്കർമാരായിട്ടുള്ള ആൾക്കാർ, അംഗനവാടി ജീവനക്കാരായിട്ടുള്ള ആൾക്കാർ, അവരുടെ മിനിമം വേജസിന് വേണ്ടിയിട്ട്, അത് വർദ്ധിപ്പിക്കുന്നതിനൊന്നുമല്ല, അത് തന്നെ കൃത്യമായി അവർക്ക് കയ്യിൽ കിട്ടണം എന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സമരവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവർക്കത് ഉയർത്തി നൽകാത്തത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ആ പണം എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് എന്നതിനെക്കുറിച്ചും ഒരു ന്യായീകരണം പറയേണ്ടത് സർക്കാർ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഫക്റ്റീവ്ലി അംഗനവാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ മുഖം വാടിയാണ് ഇരിക്കുന്നത്. ആശാ വർക്കർമാരൊക്കെ തന്നെ നിരാശാ വർക്കർമാരായിട്ട് ഇരിക്കുകയുമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നൊക്കെയാണ് ഈ ആശ എന്നുള്ളതിലെ SHA എന്നൊക്കെ പറയുന്നത്, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ഒന്നും അല്ല. അവരിപ്പോൾ ഈ ഹെൽത്ത് സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറയുന്നതിന് പകരം അവർ സാലറി ഹൈക്കിന് വേണ്ടി ഡിമാൻഡ് ചെയ്യേണ്ടുന്ന തരത്തിലുള്ള ആക്ടിവിസ്റ്റുകളായിട്ട് മാറുന്നു. ഇനി അതിനും ഒരല്പം താഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരോട് പറഞ്ഞിരിക്കുന്ന ശമ്പളം പോലും റെഗുലറായിട്ട് ഞങ്ങൾക്ക് തരണം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിസ്റ്റുകളായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതിൽ ആൾക്കാർ ഇത് കമ്പയർ ചെയ്യുന്നത് വെറുതെ അല്ല. PSC അംഗങ്ങൾ ആരൊക്കെയാണ് എന്നോ അവരൊക്കെ നാടിന് വേണ്ടിയിട്ട് എന്ത് സേവനമാണ് നൽകുന്നത് എന്നതിനെക്കുറിച്ചോ ഈ നാട്ടിലെ ആൾക്കാർക്കും ജനസാമാന്യത്തിന് യാതൊരു വിധത്തിലുള്ള ധാരണയുമില്ല. മറിച്ച് ആശാ വർക്കർമാരെ അവരങ്ങനെയല്ല കാണുന്നത്.
നമ്മുടെ വീട്ടിൽ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ എന്തെങ്കിലും ബോധവൽക്കരണത്തിന് ഒക്കെ തന്നെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന വോളണ്ടറി സർവീസ് അല്ലാതെ ഫുൾ ടൈം എംപ്ലോയിഡ് എന്ന രീതിയിലത്തേക്ക് പറയാവുന്ന രീതിയിലത്തേക്കുള്ള സേവനം നൽകുന്ന ആൾക്കാരാണ് ആശാ വർക്കർമാർ എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെയുമല്ല, നമുക്കറിയാമല്ലോ, നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും മാതൃകാപരമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ്. രണ്ടാമത്തെ കാര്യം സർക്കാരിനെ തന്നെ ഇത്തരത്തിലുള്ള ആരോഗ്യ മേഖലയിൽ സഹായിക്കുന്ന ഈ ആശാ വർക്കർമാരാണ്. അപ്പോൾ ഇങ്ങനെ ഏറ്റവും റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പോലും ന്യായമായ പൈസ പോലും കൊടുക്കാനായിട്ട് സർക്കാർ തയ്യാറാകുന്നില്ല. 7,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് എന്തിനു തികയും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കേന്ദ്രത്തിൻ്റെ ഇൻസെൻറ്റീവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 9,000 ചില്ലറ രൂപ ഒരു മാസം കിട്ടുക എന്ന് പറഞ്ഞാൽ പല കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അപര്യാപ്തമാണ്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിയുന്നില്ല എന്നാണ്. ഈ മുൻഗണന നിശ്ചയിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണല്ലോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ശ്രീ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ കൂടി ചേരുകയാണ്. ഹസ്കർ, ഇപ്പോൾ ഏതിനായിരുന്നു പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ആശാ വർക്കർമാർ സമരം നടത്തുന്ന സമയമാണ്. ഈ സമയത്ത് തന്നെ അവരുടെ വേതനത്തിൽ ഒരു വർധനവും വരുത്താതെ തന്നെ, ഓണറേറിയത്തിൽ ഒരു വർധനവും വരുത്താതെ തന്നെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം ഇത്ര അടിയന്തരമായിട്ട് കൂട്ടി നൽകേണ്ട എന്ത് സാഹചര്യമായിരുന്നു സംസ്ഥാനത്തുണ്ടായിരുന്നത്? ഈ ചെയർമാനും അംഗങ്ങളും ഒക്കെ ഓരോരോ പാർട്ടികളുടെ നോമിനികളാണ്, അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇഷ്ടക്കാർക്ക് നൽകേണ്ടിയും വരുന്നു എന്നതിൽ കവിഞ്ഞ് എന്താണ് ഇവിടെയുള്ളത്? ആരും ചോദ്യം ചെയ്യാൻ പോകില്ലായിരുന്നു ഇവിടെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കൂട്ടിക്കൊടുത്തില്ലായിരുന്നുവെങ്കിൽ. പക്ഷേ സർക്കാർ അതിന് മുൻഗണന കൊടുത്തു. PSC ചെയർമാന്റെ പുതിയ ശമ്പളം എന്ന് പറയുന്നത് അടിസ്ഥാന ശമ്പളം 2,24,100, DA 1,18,773, HRA 35,000, അലവൻസ് 10,000, ആകെ 387,873 എന്നുള്ളതാണ്. ഇതിനു പുറമെ അൺലിമിറ്റഡ് മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ട്. ഒരു കാര്യത്തിനും ചികിത്സാ ചെലവുകളെല്ലാം സർക്കാരാണ് നോക്കുന്നത്. മുൻ ശമ്പളത്തിൽ നിന്നുള്ള വ്യത്യാസം 1,08,359. അംഗങ്ങളുടെ മുൻ ശമ്പളത്തിൽ നിന്നുള്ള വ്യത്യാസം 1,22,004 രൂപയുടെ വ്യത്യാസവും. ഈ സർക്കാരിന് ഈ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഇതിനൊരു തടസ്സമായിട്ട് തോന്നിയില്ലേ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ? IA എന്ന് ജനങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? മഞ്ജുഷ്, ഇതിലെ ആശാവർക്കർമാരുടെ വിഷയവും ഇപ്പൊ PSC അംഗങ്ങൾക്ക് ശമ്പള വർധനവ് നടത്തിയതും രണ്ടും രണ്ടായി കാണണം എന്നുള്ള അഭിപ്രായമാണ്. ഒരു രക്ഷയില്ല ഹസ്കർ, അങ്ങനെ ന്യായീകരിക്കാൻ തുടങ്ങിയാൽ ആദ്യം തന്നെ ഞാൻ അതിനെ എതിർക്കും. എന്തുകൊണ്ട്, എങ്ങനെ രണ്ടും രണ്ടായി കാണണം? ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രകാരം, കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്താകമാനം നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ആശാവർക്കർ. സ്വാഭാവികമായും ആശാവർക്കർമാർക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടിയിരിക്കുന്ന പണം നൽകേണ്ടതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. അത് നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യം. മാത്രമല്ല, രാജ്യത്തെ ആശാവർക്കർമാരിൽ 28 സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനമാണ് കേരളം. കേരളം സംസ്ഥാനത്തിന്റെ പോക്കറ്റിൽ നിന്നും 7,000 രൂപ കൊടുക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കണം. പേരിലേ ഉള്ളൂ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. 7,000 രൂപ എന്ന് വെറുതെ ബോർഡിൽ എഴുതി വെച്ചാൽ പോരാ. 7,000 രൂപ കിട്ടുന്ന എത്ര ആശാ വർക്കർമാരുണ്ട്? ഇപ്പോഴല്ലേ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായത്. ആളുകൾ ഓർത്തിരുന്നത് ഓരോ പ്രസംഗത്തിലും മന്ത്രിമാരും പറയും, ബജറ്റിൽ ധനമന്ത്രിയും പറയും 7,000 രൂപ ആശാ വർക്കർമാർക്ക് കൊടുക്കുന്നു കേരളം. ഏറ്റവും കൂടുതൽ ആശാ വർക്കർമാർക്ക് അതിന് പറയുന്ന പേര് ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന്. അത്രയൊന്നും കിട്ടുന്നില്ല. അതിന് കുറെ ഉപാധികളും ഉണ്ടായിരുന്നു. ആ ഉപാധികൾ മാറ്റാമെന്ന് ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് സമ്മതിച്ചിട്ടുണ്ട്, മാറ്റിയിട്ടില്ല. പിന്നെ ഒരു കാര്യമെന്ന് പറയുന്ന, കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിലുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കേരളമാണ്, 13,500 രൂപ കൊടുക്കുന്നുവെന്ന്. എവിടെ 13,500? 7,000 രൂപയാണ് സംസ്ഥാനത്തിന്റെ ഓണറേറിയം. ബാക്കിയുള്ളത് കേന്ദ്രവും കേരളവും തുല്യമായിട്ട് വീതിക്കുന്ന 60:40 എന്ന രീതിയിലുള്ള ഇൻസെന്റീവാണ്. അതിന്റെ കാര്യമാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രം തന്നിട്ടില്ല എന്ന്. എന്നാൽ 7,000 ഓണറേറിയം കേരളത്തിന് കൊടുക്കാമായിരുന്നുവല്ലോ, കൊടുത്തില്ലല്ലോ. അതിന്റെ കണക്ക് കേന്ദ്രത്തിന് കൊടുത്തു കഴിഞ്ഞാലേ അവിടെ നിന്ന് കിട്ടുകയുള്ളൂ. ബാക്കി കേന്ദ്രവും കുറ്റക്കാരാണ്. കേന്ദ്രം അതിന്റെ ആ ഇൻസെന്റീവിന്റെ കൃത്യമായിട്ട് കേരളത്തിന് നൽകുന്നില്ല എന്ന കാര്യം ശരിയാണ്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന 13,500 കണക്കും 7,000 കണക്കും ഒക്കെ വെറുതെയാണെന്ന് ഇപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി. പക്ഷേ PSC ചെയർമാന്റെയും അതുപോലെ തന്നെ അംഗങ്ങളുടെയും ശമ്പളം അത് കൃത്യമായിട്ട് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൽ എന്ത് അടിയന്തര സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ കൂട്ടുന്നതിന് വേണ്ടി? മഞ്ജുഷ, ആശാവർക്കർമാർ എന്ന് പറയുന്നത് കേരളത്തിന്റെ ബ്രിഗേഡാണ്, ആരോഗ്യ ബ്രിഗേഡായി കണക്കാക്കപ്പെടുന്നവരാണ്. കേരളത്തിന്റെ കോവിഡ് കാലത്തും കേരളത്തിന്റെ പ്രളയകാലത്തും കേരളത്തെ ആകമാനം താങ്ങിപ്പിടിച്ചും കേരളത്തിന്റെ കണക്കെടുപ്പുകളെ സംബന്ധിച്ച് ഏറ്റവും നിസ്തൂലമായ സേവനം നൽകിയിട്ടുള്ളത് ആശാവർക്കർമാരാണ്, സംശയമില്ല. അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ, അവരുടെ മഹനീയമായിട്ടുള്ള സാന്നിധ്യത്തെ ഒരു തരത്തിലും നിരാകരിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കുത്തിത്തിരിപ്പ് സമരം മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത.
7,000 രൂപ ഓണറേറിയം കൊടുക്കുന്നു. മാത്രമല്ല 3,000 രൂപ ഇൻസെന്റീവ് കൊടുക്കുന്നു. അവരുടെ പ്രവർത്തന മേഖലകൾക്കനുസരിച്ച് അവരെ ഏൽപ്പിക്കുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് 13,600 രൂപ വരെ പ്രതിമാസം ലഭിക്കുന്ന ആശാവർക്കർമാരുണ്ട്. ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതകൾ കൊടുക്കാതിരുന്നിട്ടുണ്ടാവാം. അതൊരു പരിമിതിയായി മാത്രം കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു പ്രതിവർഷം നൽകേണ്ട 120 കോടി രൂപയുടെ സംസ്ഥാനത്തിന് നൽകേണ്ട ആശാവർക്കർമാർക്ക് നൽകേണ്ട എന്തിനും ഏതിനും കേന്ദ്രത്തെ കുറ്റം പറയുന്ന ഈ അവസ്ഥയിൽ മാറ്റമുണ്ടാകണം. അഡ്വക്കേറ്റ് ബി എൻ ഖാസിർ, ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് താങ്കൾ വരുന്നുമില്ല. ഈ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കൂട്ടിയ കാര്യത്തിലേക്ക് വരുന്നതുമില്ല. കാരണം അത് തൊടാൻ മടിയാണ്. അയ്യോ, എനിക്ക് സംശയം തോന്നുന്നു, എന്താണ് ഈ കുറെ ഉപദേശകരുണ്ടല്ലോ മുഖ്യമന്ത്രിക്ക്, അവർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാമായിരുന്നുവല്ലോ ഇതല്ല സംസ്ഥാനത്തിന്റെ പ്രയോറിറ്റി എന്ന്. ഇപ്പോൾ CPI പറയുന്നുണ്ട്, AIYF ഇന്നൊരു റിലീസുമായിട്ട് വന്നിട്ടുണ്ട്, ശരിയായില്ല PSC അംഗങ്ങളുടെയും ചെയർമാന്റെയും ശമ്പളം ഈ സമയത്ത് കൂട്ടിയത് എന്ന്. CPIയുടെ നോമിനികളും PSC അംഗങ്ങളായിട്ടുണ്ട്. മഞ്ജുഷ്, PSC അംഗങ്ങൾ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ പദവിയാണ്. സ്വാഭാവികമായും രാജ്യത്താകമാനമുള്ള ഭരണഘടനാ പദവിക്ക് അനുസൃതമായി ആ ഭരണഘടന സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതകളുണ്ട്. സംസ്ഥാനത്തെ ഹൈക്കോടതി ജഡ്ജിമാരുടെ തത്തുല്യ പദവിയിലിരിക്കുന്ന അംഗങ്ങളാണ് PSC അംഗങ്ങൾ. സ്വാഭാവികമായും അവർക്ക് അനുസൃതമായിട്ട് ശമ്പളം പരിഷ്കരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മറ്റിതര സംസ്ഥാനങ്ങളിൽ ശമ്പളം ഏകീകരിച്ചതിന്റെ ഭാഗമായി കേരളത്തിലെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ ശമ്പളം മറ്റു സംസ്ഥാനങ്ങളുമായി ഏകീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഈ സംസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളതാണ്. ഇല്ലില്ല, അത് മാറ്റി വെച്ചുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല. അവർ ആവശ്യപ്പെട്ടു എന്നേ ഉള്ളൂ. ഞങ്ങളുടെ ശമ്പളം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ കൊടുത്തു എന്ന് മാത്രമേ അതിനകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ PSC അംഗങ്ങളുടെ നമ്പർ എടുക്കൂ. ഇവിടെ 21 PSC അംഗങ്ങളാണുള്ളത്, ചെയർമാൻ ഉൾപ്പെടെ. ഇപ്പോൾ 20, കാരണം ഒരാളെ നിയമിച്ചിട്ടില്ല, അത് ഏത് സമയത്ത് വേണമെങ്കിലും നിയമിക്കാം. മറ്റ് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കൂ, അവിടെ വ്യത്യാസമാണല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണ് PSC അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കാത്തത്? അത് ചോദിക്കുമ്പോൾ എന്താണ് ഉത്തരമില്ലാത്തത്? അപ്പോൾ ഓരോ ഘടകകക്ഷികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് PSC അംഗങ്ങളുടെയും എണ്ണം കൂടി വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. തമിഴ്നാട്ടിലാണ് അത് കഴിഞ്ഞുള്ളത് 14, 13 കർണാടകത്തിലുള്ളത്. ബാക്കി എല്ലായിടങ്ങളിലും 7, 6, 5, 4 ഒക്കെയാണ് PSC അംഗങ്ങളുടെ എണ്ണം. ഈ പറയുന്ന UPSCയിൽ പോലും 9 അംഗങ്ങളേ ഉള്ളൂ. 9+1 10 അംഗങ്ങളേ ഉള്ളൂ. 2016 ശേഷമല്ല PSC അംഗങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടുള്ളത്. കുറയ്ക്കാമായിരുന്നുവല്ലോ. കുറയ്ക്കാൻ ഒരു കുഴപ്പവുമില്ല. കൂട്ടിയ അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ഒരു നടപടിക്രമത്തിനും ഒരു കുഴപ്പവുമില്ല. ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും PSC അംഗങ്ങളുടെ എണ്ണം കൂട്ടിയ ചരിത്രമില്ല. കുറയ്ക്കാമായിരുന്നുവല്ലോ. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ കുറയ്ക്കാമായിരുന്നുവല്ലോ. അല്ല, നിലവിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, നേരത്തെ ഈ കേരളത്തിലെ സാഹചര്യത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരണം നടത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ആ സാഹചര്യത്തിൽ സംഭവിച്ചു പോയിട്ടുള്ളത് 6 വർഷത്തേക്കാണ് PSC അംഗങ്ങളുടെ നിയമനം നടക്കാറുള്ളത്. സ്വാഭാവികമായും ഇടതുപക്ഷ ഒരു ഗവൺമെന്റ് അധികാരത്തിലെത്തിയാൽ ആ ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിലാണ് എപ്പോഴും PSC അംഗങ്ങളെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. അതുകൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ള ഒരു പിശക് കൂടിയാണ്. അത് സംസ്ഥാന സർക്കാരിന് നിയമം മൂലം മറികടക്കുന്നതിനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഘടകകക്ഷികൾക്ക് ഓരോരുത്തർക്കും വീതിച്ച് നൽകേണ്ടതുണ്ട്. കൊടുത്തോളൂ, നിങ്ങളുടെ ഘടകകക്ഷികൾക്കോ ആർക്ക് വേണമെങ്കിലും കൊടുത്തോളൂ. കാരണം PSC അംഗങ്ങളായി നിയമിക്കുന്നതിന് പ്രത്യേക യോഗ്യതയൊന്നും ഭരണഘടന പോലും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും നിയമിക്കാം. അത് ഓരോ പാർട്ടിയുടെയും നോമിനികളാണ് ഇവിടെ PSC അംഗങ്ങളായിട്ട് വരുന്നത്. അല്ലാതെ പ്രത്യേക അധിക യോഗ്യതയുടെ അടിസ്ഥാനത്തിലൊന്നും അല്ല. അത് ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. അവർക്കാണ് നിങ്ങൾക്ക് തോന്നുന്നത് പോലെയുള്ള ശമ്പള വർധന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഈ സമയത്ത് എന്നുള്ളതാണ്. ധനപ്രതിസന്ധിയുടെ ഏറ്റവും ദുഷ്കരമായ കാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണല്ലോ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ് കുറച്ച് ഭേദമായിട്ടുണ്ട് എന്ന് മാത്രം. എങ്കിലും കുടിശ്ശികളൊന്നും കൊടുത്തു തീർത്തിട്ടില്ല. ആ സമയത്താണ് ഇങ്ങനെയൊരു ശമ്പള വർധന ഉണ്ടായിരിക്കുന്നത്. അതാണ് അനൗചിത്യം എന്ന് പറയുന്നത്. ശ്രീമതി മേരി ജോർജ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ആശാ വർക്കർമാർ ഈ സമരം നടത്തുമ്പോൾ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കുത്തനെ കൂട്ടുന്നു. അതുപോലെ തന്നെ കേരളത്തിന്റെ ലെയ്സനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഡൽഹിയിൽ KV തോമസ്, അദ്ദേഹത്തിന്റെ യാത്രാ ചെലവിൽ 5 ലക്ഷത്തിൽ നിന്ന് 11.3 ലക്ഷമാക്കി ഉയർത്തുവാൻ തീരുമാനം. അതിനിപ്പോൾ ധനവകുപ്പിന്റെ അംഗീകാരം കൂടി കിട്ടിയാൽ മതി. സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം പൊടുന്നനെ കൂട്ടുന്നു. ഇതൊക്കെ അനൗചിത്യം എന്ന് തന്നെ തോന്നുന്ന കാര്യങ്ങളല്ലേ?
മഞ്ജുഷ്, തീർച്ചയായിട്ടും ഇതൊക്കെ വലിയ അനൗചിത്യമുള്ള കാര്യങ്ങളാണ് എന്ന് മാത്രവുമല്ല, അതായത് ഇന്ന് ഇന്ത്യ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് വർദ്ധിച്ചു വരുന്ന ഇനീക്വാളിറ്റി, അതായത് അസമത്വം. ആ അസമത്വ വർധനവ് വീണ്ടും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ശമ്പള വർധനവാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആശാ വർക്കർമാരുടെ ശമ്പളം നേരത്തെ മഞ്ജുഷ് തീരുമാനിച്ചതുപോലെ അവർക്ക് കൊടുക്കുന്നത് എത്രയാണോ അതിന്റെ 60% കേന്ദ്രവും 40% സംസ്ഥാനവും കൊടുക്കുന്നത്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ കൂടുതലാണ് ആശാ വർക്കർമാർ ഇവിടെ അനുഭവിക്കുന്ന വേതനവും ആനുകൂല്യങ്ങളും എന്നാണല്ലോ ഇവിടെ നമ്മുടെ ആരോഗ്യമന്ത്രിയും മറ്റുള്ളവരും ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ ഇതര സംസ്ഥാനങ്ങളിലെ കൂലി നിരക്കുകൾ നോക്കണം നമ്മൾ. ഇതര സംസ്ഥാനങ്ങളിലെ സാധാരണ ഒരു കൂലി ജോലിക്കാരന്റെ കൂലി 330 രൂപയിൽ താഴെയാണ്. അതായത് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുക്കുന്ന കൂലി ഏക്കാൾ താഴെയാണ് അവിടെയുള്ള ശരാശരി കൂലി നിരക്ക്. കേരളത്തിലെ കൂലി നിരക്ക് എങ്ങനെയാണ്? ഈ പറയപ്പെട്ട മഹാരഥന്മാരെ ഒന്ന് ആലോചിച്ചു നോക്കട്ടെ. 1250 മുതൽ 1400 രൂപ വരെയാണ് ഒരു ദിവസത്തെ കൂലി ജോലി ചെയ്യുന്നതിന്റെ ശമ്പളം ഇവിടെ കൂലി വേതനം കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഈ പറയപ്പെട്ട 7000 രൂപ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എന്നൊക്കെ പറയുന്ന ആശാ വർക്കർമാരുടെ ആകെ വേതനം അത് തന്നെ കുടിശ്ശികയാണ്. കുടിശ്ശികയാകാൻ കാരണവും നേരത്തെ മഞ്ജുഷ് പറഞ്ഞു. കേരളത്തിലേക്ക് കിട്ടുന്ന തുകയുടെ ഉപയോഗത്തിന് ശേഷം അതിന്റെ ഓഡിറ്റഡ് റിപ്പോർട്ട് ഇന്റേണൽ ഓഡിറ്റിംഗ് വഴിയായും CAG ഓഡിറ്റിംഗ് വഴിയായും കേന്ദ്രത്തിൽ എത്തിയാൽ മാത്രമേ ബാക്കി തുക കേന്ദ്രം തരികയുള്ളൂ. അല്ലെങ്കിൽ വകമാറ്റി ചെലവഴിക്കുമെന്ന ഭയമാണ് കേന്ദ്രത്തിനുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്ന, അതായത് ഒരു കമ്പാരിസൺ മറ്റ് സംസ്ഥാനങ്ങളിലെ ആശാവർക്കർമാരുടെ വേതനവും ഇവിടുത്തെ ആശാവർക്കർമാരുടെ വേതനവും തമ്മിലുള്ള താരതമ്യം യുക്തിരഹിതമാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുകയില്ല. പിന്നെ ഇപ്പോഴത്തെ ധനസ്ഥിതി എന്താണ് കേരളത്തിന്റെ? ഇപ്പൊ നമ്മൾ ഇവരാവശ്യപ്പെട്ടതുപോലെ കൊടുക്കുകയാണ്. ഇപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്ന രീതി എന്താണ്? ചെയർമാന് ഇപ്പോൾ കിട്ടുന്ന 2,24,00,000 അതിന് 3.25 ലക്ഷമാക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ 3.87 ലക്ഷമായിട്ടാണ് വർദ്ധിപ്പിക്കുന്നത്. അംഗങ്ങളുടേത് 2.19 നിന്ന് 3.80 അങ്ങനെയാണ് വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുപോലെ അസമത്വ വർധനവിലേക്ക് നയിക്കുന്ന ഒരു ശമ്പള പരിഷ്കരണമാണ്. അത് മാത്രവുമല്ല, എന്താണ് നമ്മുടെ കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ അവസ്ഥ ഇപ്പോൾ? ഇപ്പോഴും കേന്ദ്രത്തെ പഴിക്കുന്നുവെങ്കിലും വകമാറ്റി ചെലവഴിക്കല് നമുക്ക് പദ്ധതി വിഹിതം തന്നെ എടുക്കാം. പദ്ധതി വിഹിതം ഡിസംബറിന് മുമ്പ് തന്നെ 50% വെട്ടിക്കുറച്ചു. പദ്ധതി ചെലവുകൾക്ക് ഓരോ വകുപ്പുകൾക്കും കൊടുത്തിരിക്കുന്ന ഫണ്ട് 50% വെട്ടിക്കുറച്ചു. ജാനുവരിയോടുകൂടി വീണ്ടും 10% വെട്ടിക്കുറച്ചു. അപ്പോ പദ്ധതി ചെലവുകൾ അതായത് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ചെലവുകൾ 40% താഴെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വർഷം ഗവൺമെന്റ് കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. വികസനത്തിന് വേണ്ടി പദ്ധതി ചെലവുകൾ എന്ന് പറയുമ്പോൾ വികസന ആവശ്യങ്ങൾക്കുള്ള ചെലവുകളാണ്, ഒന്നും തന്നെ നടത്തിയിട്ടില്ല. അപ്പൊ പദ്ധതി ചെലവുകൾക്ക് വേണ്ടി നീക്കിവെച്ച പണം എവിടെ പോയി? കടമെടുക്കലിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല. അതായത് സഞ്ചിത കടം GSDPയുടെ 29% അതിൽ താഴെയോ ആയിരിക്കണമെന്നാണ് FRBM ആക്ട് നിർദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ കേരളത്തില് ബജറ്റ് ഇൻ ബ്രീഫ് ബജറ്റ് ഡോക്യുമെന്റ് എടുത്ത് നോക്കിയാൽ അറിയാം, A7 ടേബിൾ എടുത്ത് നോക്കിയാൽ അറിയാം, സഞ്ചിത കടം ഇപ്പോഴും നമ്മുടെ GSDPയുടെ 33.77% നിജപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ വർഷവും നാം കൂടുതൽ കടമെടുക്കുന്നു എന്ന് വെച്ചാൽ കൂടുതൽ മൂലധന ചെലവ് വരുത്തണമെന്നാണ് അർത്ഥം. പക്ഷേ CAG തന്നെ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ്? കടമെടുക്കുന്നതിന്റെ 87% വരെ
റവന്യൂ ചെലവുകൾക്ക് വേണ്ടി, അതായത് ശമ്പളവും പെൻഷനും പലിശയും കൊടുക്കാൻ വേണ്ടിയാണ് ചെലവഴിക്കുന്നത് എന്നാണ് CAG കണ്ടെത്തി. അങ്ങനെ അതായത് അങ്ങേയറ്റം കടം വാങ്ങിച്ച് ശമ്പളവും പെൻഷനും കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇതുപോലെ PSC അംഗങ്ങളുടെ. ശരിയാണ്, അവരൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അംഗീകരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്ക് 2016 മുൻപ് ഇപ്പോൾ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്ന ശമ്പള സ്കെയിലുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതും ശരിയാണ്. പക്ഷേ മറ്റു സംസ്ഥാനങ്ങൾക്ക് എവിടെയും ഇല്ല ഇതുപോലെ ധനപ്രതിസന്ധി. ഉണ്ട്, വെസ്റ്റ് ബംഗാളിലെ, പഞ്ചാബിലെ ഒക്കെ ബീഹാറിലൊക്കെ ധനപ്രതിസന്ധിയുണ്ട് ഏതാനും സംസ്ഥാനങ്ങളിൽ. പക്ഷേ മിക്ക സംസ്ഥാനങ്ങളിലും ഒരു ധനപ്രതിസന്ധിയും ഇല്ല. തെക്കേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ധനപ്രതിസന്ധിയില്ല. ആകെ ധനപ്രതിസന്ധിയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനം കേരളം മാത്രമാണ്. ആ കേരളത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ ജുഡീഷ്യൽ ഓഫീസർമാരെ പോലെ തന്നെ PSC അംഗങ്ങൾക്കും ശമ്പള വർധനവ് കൊടുത്തു. ആ ജുഡീഷ്യൽ അംഗങ്ങൾക്ക് കൊടുക്കുന്ന അതേ പാറ്റേണിൽ കൊടുത്തു എന്ന് പറഞ്ഞ് ശമ്പള വർധനവിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്രയും PSC അംഗങ്ങളില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്രയും PSC അംഗങ്ങളില്ല. ശ്രീമതി മേരി ജോർജ്. ശ്രീ വിഷ്ണു, ഇപ്പോൾ ഹസ്കർ ഇവിടെ കുറച്ച് ന്യായങ്ങൾ ഉന്നയിച്ചുവല്ലോ, അതിനുള്ള താങ്കളുടെ മറുപടി? അല്ല, അദ്ദേഹം ഉന്നയിച്ച ന്യായങ്ങൾ വെറും തൊടു ന്യായങ്ങൾ മാത്രമാണ്. എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ നിയമനത്തെക്കുറിച്ചാണ്. നിയമനത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? നിയമനം ഇപ്പം ഈ PSC അംഗങ്ങൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തത് എൻ്റെ അഭിപ്രായത്തിൽ ഇവർ ഈ താൽക്കാലികക്കാർക്ക് വേണ്ടി പല വിടുപണികളും ചെയ്യുന്നുണ്ട്. ആ അഡ്ജസ്റ്റ്മെൻറ്റ്, ആ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇവർ. ഞാൻ ഉദാഹരണം ഒരു ലിസ്റ്റ്, യൂണിവേഴ്സിറ്റി LGS എന്ന് പറഞ്ഞൊരു എക്സാം ഇവിടെ നടത്തി. റാങ്ക് യൂണിവേഴ്സിറ്റി LGS, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയുടെ നിയമനം 2016 മുതൽ PSCക്ക് വിട്ടതാണ്. നോട്ടിഫിക്കേഷൻ നടത്തി, ഞാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി, റാങ്ക് ലിസ്റ്റ് വന്നു, മറ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുകയാണ് മാനദണ്ഡങ്ങളിൽ, നോട്ടിഫിക്കേഷനിൽ മാനദണ്ഡങ്ങളിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തില്ല. ഒരു വർഷം, സാർ ആലോചിക്കേണ്ട കാര്യമാണ്, ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഒരു വർഷത്തോളം കുത്തിയിരുന്ന് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ആ റാങ്ക് ലിസ്റ്റ് നിസ്സാരമായിട്ട് അവർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. എന്താ കാര്യം? റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം, നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം, അതുപോലെ തന്നെ ഈ 2016 വന്ന ഒരു ഉത്തരവുണ്ട്, യൂണിവേഴ്സിറ്റികളിലെ LGS തസ്തികയിൽ പിന്നെ PSC നിയമനം നടത്തുന്നത്. ആ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കെ തന്നെ കുസാറ്റിൽ 150-ലധികം ഇവരുടെ പാർട്ടിക്കാരെ പിൻവാതിൽ വഴി അവിടെ നിയമിച്ചു. PSC വഴി ഈ തസ്തികയിലോട്ട് എന്നെ പോലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടിപ്പോയാൽ ഇവരുടെ പാർട്ടിക്കാർക്ക് എന്ത് ചെയ്യും? അവരവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അവരെ അവിടെ നിന്ന് ഇറക്കി PSCയിലുള്ള ഞങ്ങൾക്ക് ജോലി ലഭിക്കുവാൻ വേണ്ടി 4 കേസുകൾ ഹൈക്കോടതിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഉദ്യോഗാർത്ഥികൾ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഈ ഇഷ്ടക്കാർക്ക് ഈ ശമ്പളം കൂട്ടി കൊടുക്കുന്നത് ഇവരെ കൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. തീർച്ചയായും അംഗങ്ങൾക്കെതിരെയാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായും അവരെ കൊണ്ട്, ആ ഇത്തരത്തിലുള്ള PSC അംഗങ്ങളെ കൊണ്ട് ഈ ഭരണഘടനാ സ്ഥാപനമായ PSCയെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് താൽക്കാലികക്കാർ ഇവരെ പാർട്ടിയിലുള്ള ആളുകളാണ്, അല്ലാതെ ഇവർ ഭരിക്കുമ്പോൾ മറ്റുള്ളവരെ കയറ്റില്ലല്ലോ. അപ്പോൾ ഇവരുടെ പാർട്ടിയിലുള്ള താൽക്കാലികക്കാർക്ക് അവിടെ ജോലിയിൽ തുടരുവാൻ വേണ്ടി PSC വഴി ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കുന്നില്ല. പിന്നെ പോലീസ് റാങ്ക് ലിസ്റ്റിന്റെ നിയമനം, പോലീസ് റാങ്ക് ലിസ്റ്റ് വെറും 1500 പേർക്ക് മാത്രമാണ് ഇപ്പം നിയമനം കൊടുത്തത്. ഇതാ ലിസ്റ്റ് തീരാൻ ഇനി 2 മാസം കൂടെ. ചെറുപ്പക്കാർ കയറി ഇറങ്ങി ഇവരുടെ പാർട്ടി ഓഫീസുകൾ MLA-മാരുടെ അടുത്തും മന്ത്രിമാരുടെ അടുത്തും പോയി അവർ മടുത്ത്, അവർക്ക് പേടി. പിന്നെ ഈ ഉദ്യോഗാർത്ഥികൾ തന്നെ മറ്റൊരു വിഭാഗമുണ്ട്. ഇപ്പം നമ്മുടെ രാജ്യത്ത് ശിപ്പായി ലഹള എന്നൊരു സംഭവം നടന്നിട്ടുണ്ടല്ലോ സ്വാതന്ത്ര്യ സമരകാലത്ത്. എന്താണ്? ഈ രാജ്യത്തുണ്ടായിരുന്ന കുറേ സൈനികരായിട്ട്, ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ജോലിക്കാരായിട്ട് ഇവിടെയുള്ള ആളുകൾ ജോലി കയറുന്നു. എന്നിട്ട് ഇവിടെ സ്വാതന്ത്ര്യ സമരം നടത്തുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ ശിപ്പായികൾ ആക്രമിക്കുന്നു. അതുപോലെ ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ ഇവരുടെ ആളുകൾ നുഴഞ്ഞു കയറി റാങ്ക് ഹോൾഡേഴ്സിനെ കേസ് ഫയൽ ചെയ്യാനോ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനോ ഗവൺമെന്റിനെ പിണക്കരുത് എന്നാണ് ഇത്തരത്തിലുള്ള അഭിനവ ശിപ്പായികൾ പറയുന്നത്. ഇവരുടെ ഉപദേശം കേട്ട് പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കേസ് ഫയൽ ചെയ്യാനോ അവർ കൃത്യമായ രീതിയിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. അല്ല, റാങ്ക് ഹോൾഡേഴ്സിന്റെ ഇടയിൽ ഇവരുടെ പാർട്ടി പ്രവർത്തനം ഞാൻ പറയുകയാണ്. DYFIയിലും SFIയിലും ഒക്കെ കുട്ടി സഖാക്കൾ ഇതിനകത്ത് നുഴഞ്ഞു കയറി പല റാങ്ക് ഹോൾഡർ കമ്മിറ്റികളിലുള്ളിലും നുഴഞ്ഞു കയറി ഗവൺമെന്റിന് സ്തുതി പറഞ്ഞാൽ, ഇപ്പം നമുക്കിപ്പോൾ എന്നെ പോലുള്ളവർ ഞങ്ങൾ രാവിലെ അയച്ച് കൂലിപ്പണിക്ക് പോയി രാത്രി കിട്ടുന്ന സമയത്താണ് ഞങ്ങൾ പഠിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ തന്നെ ഇനി ഇവിടുത്തെ ഭരണക്കാർക്ക് വേണ്ടി സ്തോത്രഗീതം എഴുതി പാടിയാൽ മാത്രമേ ചിത്രഗുപ്തൻ അദ്ദേഹത്തിന് ജോലി കിട്ടിയതുപോലെ ഞങ്ങൾക്കും ചിത്രസേനനെ പോലെ
പോലെയുള്ള ആൾക്കാർക്ക് സ്തോത്രഗീതം പാടി ആലപിച്ചത് കൊണ്ട് ആ ഗവൺമെന്റ് സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പുനർനിയമനം കൊടുത്തു. അങ്ങനെ PSC ഉദ്യോഗാർത്ഥികൾക്കും അങ്ങനെയാണ് നിയമനം തരികയുള്ളൂ എന്ന് ഇവരെ ഗുരുതരമായ കാര്യമാണ് വിഷ്ണു ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ PSC അംഗങ്ങൾക്ക്, അതായത് ഇഷ്ടക്കാർക്ക് കൃത്യമായിട്ട് ശമ്പളം അവർക്ക് ഇപ്പോൾ അതിനുള്ള ധനകാര്യസ്ഥിതിയിലല്ല കേരളമെങ്കിലും ഇങ്ങനെ കൂട്ടിക്കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിക്കുന്നതിന് വേണ്ടിയാണെന്ന് അഡ്വക്കേറ്റ് BN ഭാസ്കർ സംശയിച്ചാലും തെറ്റില്ല. വിഷ്ണുവിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വിഷ്ണുവിന്റെ വർത്തമാനത്തിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് രാഷ്ട്രീയം പറയുന്നതിന് ഏതൊരാൾക്കും അല്ല, ഇവിടെ വന്ന് താങ്കൾക്ക് സിന്ദാബാദ് വിളിക്കാനല്ല ഞാൻ വന്നത്. എന്നെ പ്രതിനിധീകരിക്കുന്ന വലിയൊരു ഉദ്യോഗാർത്ഥി വിഭാഗമുണ്ട്, അവരുടെ കാര്യം പറയാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അതെ തന്നെ, വിഷ്ണു എന്റെ സമയമാണ്. വിഷ്ണു പറഞ്ഞപ്പോ ഞാൻ വല്ലതും പറഞ്ഞോ? താങ്കളെ വ്യക്തിപരമായി ഞാൻ ആക്രമിച്ചിട്ടില്ല. വ്യക്തിപരമായി എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ താങ്കളെടുത്ത് ഞാൻ മറുപടി പറയും. ഞാൻ അങ്ങയെ വ്യക്തിപരമായി ആക്രമിച്ചില്ല. അങ്ങേക്കൊരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയം പറയുകയാണ് അങ്ങ് ചെയ്യുന്നത്. ഞാൻ ഇത്രയും സമയം ഇവിടെ രാഷ്ട്രീയം പറഞ്ഞല്ലോ. എങ്കിൽ പിന്നെ ബാക്കി 2 പാനലിസ്റ്റുകളുണ്ടല്ലോ, ബഹുമാന്യരായ ആളുകൾ, അവരുടെ അടുത്ത് ചോദിക്കൂ ഞാൻ രാഷ്ട്രീയം പറഞ്ഞു. എന്ത് രാഷ്ട്രീയം ഞാൻ ഇവിടെ പറഞ്ഞത്? താങ്കൾ ഇല്ലാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളോട് തർക്കിക്കേണ്ടി വരും. അങ്ങനല്ല വിഷ്ണു പറയുന്നത് ഈ സർക്കാരിനെതിരെയും ഈ സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെയുമുള്ള രാഷ്ട്രീയമാണ്. ഈ സർക്കാർ തെറ്റായ കാര്യം ചെയ്താൽ തെറ്റെന്ന് പറയേണ്ടി വരും സാർ. അങ്ങ് രാഷ്ട്രീയം പറയുന്നു എന്ന് പറയേണ്ടി വരുന്നിടത്ത് അങ്ങക്ക് പൊള്ളും. താങ്കൾക്ക് യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റിന്റെ കാര്യം താങ്കൾക്ക് അറിയോ? അതൊക്കെ ഇവിടെ റാങ്ക് ലിസ്റ്റിന്റെ ചർച്ചയല്ലല്ലോ ഇത്. പിന്നെ ഞാൻ ഇവിടെ എന്തിനാ വന്നത്? ഞാൻ റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിനിധിയായിട്ട് വന്നത് ഉദ്യോഗാർത്ഥികളെ കുറിച്ച് പറയാനാ വന്നത്. വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് വിളിക്കുമ്പോ സംസാരിക്കുന്നത്. അതെ, എനിക്കെതിരെ താങ്കൾ വ്യക്തിപരമായി എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ അതിന് മറുപടി പറയേണ്ടത് എന്റെ ബാധ്യതയാണ് സാർ. നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടെന്നേ. നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഒരു പ്രതിനിധിയായിട്ട് നിങ്ങൾ പങ്കെടുക്കുന്നത്. ഞാൻ ഉദ്യോഗാർത്ഥികളുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ പങ്കെടുത്തത്. നിങ്ങൾ നടത്തുന്ന പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെയാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഹൈ ലെവൽ ശമ്പളം കൊടുത്ത് നിങ്ങൾ പിന്നെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ഓരോ കാലിത്തൊഴുത്തും ഒരു മ്യൂസിക് സിസ്റ്റവും കൂടി നിങ്ങൾ വെച്ചു കൊടുക്കണം. അത് ആയിക്കോട്ടെ. ഈ ശുപാർശ അങ്ങേ അടുത്ത ആസൂത്രണ കമ്മീഷൻ അംഗമായിട്ട് എടുക്കാം. തീർച്ചയായും അങ്ങേ പോലുള്ളവർ ആസൂത്രണ കമ്മീഷനിൽ ഇരിക്കുന്നത് കൊണ്ടാണല്ലോ ഈ നാട് ഈ ഗതിയിൽ പോകുന്നത്. ആയിരക്കണക്കിന് 10,000 അമ്മമാർ ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടില് നിരാഹാരവും അതുപോലെയുള്ള സമരവും നടത്തുന്ന ആശാ വർക്കർമാർ സമരം നടത്തുന്നത് താങ്കളെ പോലെയുള്ളവർ ഇങ്ങനെയുള്ള തസ്തികകൾ ഇരിക്കുന്നത് കൊണ്ടാണല്ലോ. അല്ല, അദ്ദേഹത്തിന് ഒരു തസ്തികയുമില്ല. അല്ല, ഇല്ലെങ്കിൽ ന്യായീകരണം ഉണ്ടല്ലോ. അല്ല, ഈ എന്റെ വിഷ്ണു ഒരു കാര്യം മനസ്സിലാക്കി. വിഷ്ണുവിന് ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് പറയുമ്പോ വിഷ്ണുവിന് എന്താ ഇത്രയധികം ചൂടാകേണ്ട? താങ്കൾ രാഷ്ട്രീയ സംവാദത്തിന് വിളിക്കൂ, ഞാൻ എവിടെ വേണമെങ്കിലും പറയാലോ താങ്കളോട്. ഞങ്ങളിപ്പോ ഇവിടെ സംസാരിക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ തൊഴിലില്ലായ്മയെ കുറിച്ചും ഈ സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ കൂലിയെ കുറിച്ചുമാണ് ഇവിടെ സംസാരിക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് BN ഭാസ്കർ, ഇതൊരു ധാർമ്മിക രോഷമാണ് അഡ്വക്കേറ്റ് BN ഭാസ്കർ. അത് തീർച്ചയായിട്ടും താങ്കൾക്ക് മനസ്സിലാകും. പക്ഷെ താങ്കൾ ഒരു CPM സഹയാത്രികനായതുകൊണ്ട് താങ്കൾക്ക് അത് ഇത്തരത്തിലുള്ള ഒരു പരസ്യമായ വേദിയിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നതേ ഉള്ളൂ. ഇതൊരു ധാർമ്മിക രോഷമാണ്. അത് കേരള സമൂഹം ഉൾക്കൊള്ളുന്ന ഒരു ധാർമ്മിക രോഷമാണ്. ഇവിടെ ആശാ വർക്കർമാർ അവരെ സ്നേഹത്തോടു കൂടിയാണ് ഈ സംസ്ഥാനത്തെ ഓരോ വീട്ടുകാരും കാണുന്നത്. അതിൽ രാഷ്ട്രീയ ഭേദമില്ല. ഇപ്പോൾ വീടുകളിൽ അച്ഛനും അമ്മയും തനിച്ചാണെങ്കിൽ അവർക്ക് ഓരോ മാസവും കൃത്യമായിട്ട് പരിചരണം കിട്ടുന്നുവെന്ന് വെളിയിലുള്ള മക്കൾ മനസ്സിലാക്കുന്നത് പോലും ആശാ വർക്കർമാർ വഴിയാണ്. അവർ കൃത്യമായിട്ട് ആ പരിചരണം നൽകുന്നുമുണ്ട്, കരുതൽ നൽകുന്നുമുണ്ട്, സ്നേഹവും നൽകുന്നുണ്ട്. തിരിച്ച് ആ സ്നേഹവും ആശാ വർക്കർമാർക്ക് ഓരോ വീട്ടിൽ നിന്നും കിട്ടുന്നുണ്ട്. അവർ പൊരിവെയിലത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുകയാണെങ്കിൽ അവർക്കൊപ്പമായിരിക്കും കേരളീയ സമൂഹം. അല്ലാതെ PSC അംഗങ്ങൾക്കും PSC ചെയർമാനും ഒപ്പമല്ല കേരളീയ സമൂഹം. അതിൽ ഓരോ രാഷ്ട്രീയവും പ്രശ്നമല്ല അഡ്വക്കേറ്റ് BN ഭാസ്കർ. വിഷ്ണുവിനൊപ്പമാണ് കേരളത്തിലെ ജനങ്ങൾ. താങ്കൾക്കും അറിയാമത്. പക്ഷെ താങ്കൾ CPM സഹയാത്രികനായി പോയി. മഞ്ജുഷ്, ഇതില് ആശാ വർക്കർമാർ നടത്തിയിട്ടുള്ള പ്രവർത്തികളെ ഒരു തരത്തിലും നിരാകരിച്ചുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. ആശാ വർക്കർമാർ കേരള സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവന, അവരുടെ പ്രവർത്തനങ്ങൾ, 26,000-ഓളം വരുന്ന ആശാ വർക്കർമാരാണ് കേരളത്തിലാകമാനുള്ളത്. അതിൽ ഇപ്പൊ സമരത്തിൽ നിൽക്കുന്ന ആശാ വർക്കർമാർ എത്രയാണെന്നുള്ളത് അറിയാമോ? 20,000-ഓളം വരുന്ന ആശാ വർക്കർമാരും CITUവിന്റെ കീഴിലാണ്. എന്ത് പാർട്ടി, എന്ത് സംഘടന ഇതിനകത്ത്? അഡ്വക്കേറ്റ് BN ഭാസ്കർ, CITUവിന്റെ കീഴിലുള്ള ആശാ വർക്കർമാർക്കും ഇതേ ദുരവസ്ഥയുണ്ട്. അവർക്കും അറിയാം, അവരോടും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ CITU എന്നുള്ള ഒരു ലേബലായി പോയി. CITU പറഞ്ഞാലേ അവർക്ക് സമരത്തിൽ വരാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ. അവരും ദരിദ്രമായ സ്ഥിതിയിൽ തന്നെയാണ് അഡ്വക്കേറ്റ് BN ഭാസ്കർ ജീവിക്കുന്നത്. അവരുടെ ദാരിദ്ര്യത്തെയും അവരുടെ വേദനയും ഒപ്പം ചേർന്നു തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അവർ ഏതൊക്കെ രീതിയിൽ അവരെ സഹായിക്കാൻ കഴിയും, ആ സഹായത്തിന് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നതിന് ഇടതുപക്ഷത്തിന് ഗവൺമെന്റ് ആർജവമുണ്ട്. അത്തരത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് ഉറപ്പ് നൽകുന്നത്.
ഇവിടെ അല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലല്ല ഈ ആശാവർക്കർമാർ സമരം ചെയ്യേണ്ടത് ഡൽഹിയിലായിരുന്നു എന്ന വസ്തുതയാണ് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അല്ല, അതെങ്ങനെ ശരിയാകും അഡ്വക്കേറ്റ് ബി എൻ ഖാസ്കർ? ഇവിടെ സംസ്ഥാന സർക്കാരാണ് ഊറ്റം കൊള്ളുന്നത്, ഞങ്ങൾ മാത്രമേ ഇത്രയും തുക ആശാ വർക്കർമാർക്ക് കൊടുക്കുന്നുള്ളൂ എന്ന്. അപ്പോൾ കൊടുക്കാതിരിക്കുമ്പോൾ അത് കേന്ദ്രത്തിനുള്ള പഴി, കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ക്രെഡിറ്റ്. എങ്ങനെയാണ് സാധ്യമാകുന്നത്? അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? നിങ്ങൾ പല പദ്ധതികളുടെ ചെലവുകളൊക്കെ കൂട്ടിക്കുഴച്ചാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കേന്ദ്രം തന്നില്ല എന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോൾ അത് വിശ്വസിക്കേണ്ടി വരും. പക്ഷേ ഈ കണക്കുകൾ നോക്കുന്നത് വളരെ ചുരുക്കം ആളുകളായിരിക്കും. അത് കൃത്യമായിട്ട് ശ്രീമതി മേരി ജോർജ് ഇവിടെ പറഞ്ഞല്ലോ, എന്തിനും കേന്ദ്രത്തെ കുറ്റം പറയുന്ന ഒരു സർക്കാരായിട്ട് സംസ്ഥാന സർക്കാർ മാറുകയാണ്. അങ്ങനെ ഉപാധികൾ പറഞ്ഞൊഴിയരുത്. അങ്ങനല്ല, കേരളത്തിലെയും ഇന്ത്യയിലെയും ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിലെ ആശാവർക്കർമാരുടെ ഓണറേറിയം സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഏതെങ്കിലും തരത്തിൽ കേരളം പറയുന്നത് തെറ്റാണെന്ന് സമ്മതിക്കാമോ? 7,000 രൂപ കേരളത്തിന്റേതാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞു, അത് കണക്കിലേ ഉള്ളൂ. അല്ല, ലഭിക്കുന്നോ ഇല്ലയോന്നല്ല. 13,600 പറയാൻ ആർക്കും പറ്റുമല്ലോ. കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരെയും ഈ 26,000 ആശാവർക്കർമാരുടെയും കണക്കുകൾ പരിശോധിച്ചാൽ 13,600 രൂപ ഉയർന്ന വേതനം വാങ്ങി. അതൊരു വലിയ തുകയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. എന്നിരുന്നാൽ പോലും 13,600 രൂപ ഉയർന്ന വേതനം വാങ്ങിയിട്ടുള്ള ആശാവർക്കർമാർ കേരളത്തിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ചയിൽ ചെയ്തു പോകുന്നത് ശരിയല്ല. ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ വിമർശനം എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാകരുത് എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. അല്ല, ഇവിടെ ഒരു വസ്തുതാവിരുദ്ധമായ ഒരു കാര്യവും പറഞ്ഞില്ല. ആശാ വർക്കർമാർ സമരം ചെയ്യുന്ന ഈ സമയത്ത് നേരെ വിപരീതമായിട്ട് അപ്പുറത്ത് ഇത്രയും ആളുകൾക്ക്, ഈ പറയുന്ന PSC ചെയർമാനും അംഗങ്ങൾക്കുമൊക്കെ ശമ്പളം കൂട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത് മിനിമം നോക്കിയാൽ ഒരു കോമൺ സെൻസ് എന്ന രീതിയിൽ പോലും പറയേണ്ടി വരും. ഈ മന്ത്രിസഭ തന്നെയല്ലേ ഈ തീരുമാനം എടുക്കുന്നത്. അതിൽ ഒരു മന്ത്രിക്ക് എഴുന്നേറ്റ് നിന്ന് ഒന്ന് കൈ ഉയർത്താമായിരുന്നുവല്ലോ, ഇതിവിടെ പറ്റില്ല എന്ന് വെളിയിൽ വന്ന് പറയും ഈ CPI-ക്കാർ. അവർക്ക് അകത്തിരുന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് മുൻകാല പ്രാബല്യത്തോടെ കൊടുക്കണം എന്നുള്ളൊരു ശുപാർശ കൂടി ഉണ്ടായിരുന്നു. ഭാഗ്യം, അതെന്തായാലും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് നടപ്പിലാക്കും. 2023 യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം രാജ്യത്താകമാനം PSC അംഗങ്ങളുടെ വേതന സേവന വ്യവസ്ഥകൾ ഏകീകരിക്കുന്നതിനുള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ആ വേതനവും സേവനവും ഏകീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് ഇത്തരമൊരു നടപടികൾ നടപ്പിലാക്കി വരുന്നത്. അത് ഇപ്പോൾ നടപ്പിലാക്കുന്നു എന്നുള്ളൂ. മുൻകാല പ്രാബല്യത്തോടുകൂടി നടപ്പിലാക്കേണ്ടതായിരുന്നു എന്നുള്ളത് തന്നെയാണ്. മുൻകാല പ്രാബല്യം കൂടി അതിന് വേണോ? അങ്ങനല്ല, സംസ്ഥാന സർക്കാരിന്റെ ധനബാധ്യത ജനങ്ങളെ കൊണ്ട് സർക്കാരിനെ ചീത്ത വിളിപ്പിക്കണോ? അങ്ങനല്ല, സംസ്ഥാന സർക്കാരിന്റെ ബാധ്യത, ആ ബാധ്യതയുടെ കൊണ്ടാണ് മുൻകാല പ്രാബല്യമെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് ഞാൻ കരുതുന്നത്. PSC അംഗങ്ങൾ ഭരണഘടനാപരമായ പദവിയാണ്. രാജ്യത്താകമാനം അവർക്ക് ലഭിക്കേണ്ട വേതനത്തെ സംബന്ധിച്ച് തുല്യത വരണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഈ ഭരണഘടനാ പ്രകാരം PSC അംഗങ്ങളുടെ നിയമനത്തിൽ പറയുന്നത് ഒരു യോഗ്യതയും പറഞ്ഞിട്ടില്ല, എത്ര അംഗങ്ങൾ വേണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങൾ തോന്നിയ പോലെ അങ്ങ് തീരുമാനിക്കുകയായിരുന്നല്ലോ. ശമ്പളത്തിന്റെ കാര്യവും അങ്ങനെ ഭരണഘടനയിലൊന്നും പറഞ്ഞിട്ടില്ല. 21 എന്ന് പറയുന്ന മാന്ത്രിക നമ്പർ ഇടതുപക്ഷം നിശ്ചയിച്ചതല്ല. അത് വലതുപക്ഷ ഗവൺമെന്റ് കാലത്ത് എടുത്തിട്ടുള്ള UDF ഗവൺമെന്റ് കാലത്ത് എടുത്തിട്ടുള്ള തീരുമാനമാണ്. അതിൽ നിന്ന് കുറയ്ക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് പറഞ്ഞാൽ അതിനുള്ള സാങ്കേതികമായ പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ 6 കൊല്ലം അംഗങ്ങളാവുമ്പോൾ ഇവർ അധികാരമേറ്റ് ഇവരുടെ ഒഴിവ് വരുന്നതിൽ വ്യത്യാസം വരാറുണ്ട് വർഷത്തിൽ. കൃത്യമായിട്ട് ഘടകകക്ഷികൾക്ക് വീതം വെച്ച് കൊടുക്കാൻ തന്നെയാണ്. അല്ലെന്ന് തോന്നുന്നുണ്ടോ വിഷ്ണു? ഇല്ല, തീർച്ചയായും ആ ലിസ്റ്റ് എടുത്ത് നിങ്ങൾ നോക്കൂ, ലിസ്റ്റ് പരിശോധിച്ച് നോക്കൂ. ഓരോ ഘടകകക്ഷിക്കും വീതം വെച്ച് കൊടുത്തേക്കുന്നതിൽ കാണാമല്ലോ. 21 പേര് ഓരോ ഘടകകക്ഷിക്കും വീതം വെച്ച് കൊടുത്തേക്കും. R ബാലകൃഷ്ണ പിള്ളയുടെ ജീവചരിത്രം എഴുതിയ ആള് പോലും PSC അംഗമാണ്. അതായത് വ്യക്തിപരമായിട്ട് കുറ്റം പറയുന്നതല്ല, യോഗ്യത ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ഒരു സാമാന്യ ചോദ്യം, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്ത് യോഗ്യതയാണ് PSC മെമ്പർ ആവാനുള്ള ഒരു യോഗ്യത മാനദണ്ഡം? നമ്മളിപ്പോൾ ഒരു PSC ഉദ്യോഗാർത്ഥി ഒരു എക്സാം എഴുതുമ്പോൾ ഓരോ മാനദണ്ഡം വെച്ചാണ് അവർ. ഇതിലിപ്പോൾ എന്ത് മാനദണ്ഡമാണ് ഒരു ആൾ PSC മെമ്പർ ആവാനുള്ള മാനദണ്ഡം? അസ്കർ, അങ്ങനെയുണ്ടോ? എന്റെ ഒരു അറിവിൽ ഇല്ല എന്നാണ്. PSC അംഗങ്ങളാവുന്നതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല. ഭരണഘടന അനുശാസിക്കുന്ന ആ പദവിയിലേക്ക് എത്തുന്നതിന് മാനദണ്ഡങ്ങളൊന്നും പറയുന്നില്ല. എന്തിപ്പോ ഇത്ര ക്വാളിഫിക്കേഷൻ വേണമെന്നോ ഒന്നുമില്ല. പക്ഷെ എപ്പോഴും കേരള സംസ്ഥാനത്ത് PSC അംഗങ്ങളെ എടുക്കുമ്പോൾ
അത്തരം പരിഗണനകൾ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് എടുക്കാറുള്ളത് എന്നുള്ളതൊരു വസ്തുതയാണ്. അല്ല, താങ്കൾ ഒന്നും വിചാരിക്കരുത്. ഞാൻ പറയുന്ന ഈ PSC അംഗങ്ങളുടെ പട്ടിക പരിശോധിച്ചപ്പോൾ അതിൽ ഒരംഗം, ഞാൻ പേര് പറയുന്നില്ല, പേരെല്ലാവർക്കും അറിയാം, DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെയായിരുന്നു. അവരുടെ ഒരു പ്രബന്ധത്തെക്കുറിച്ച് വലിയ വിവാദം ഇവിടെ ഉണ്ടായിരുന്നു. ശങ്കരാചാര്യർ ജീവിച്ചിരുന്നത് 19ാം നൂറ്റാണ്ടിലാണ് എന്നൊക്കെ പറഞ്ഞ് ആ പ്രബന്ധത്തിൽ ഇടം പിടിച്ചു എന്നൊക്കെയുള്ള കാര്യമാണല്ലോ. ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ PSC അംഗങ്ങൾ. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അവർക്ക് ശമ്പളം കിട്ടിക്കോട്ടെ. ശരി, ശ്രീ പണിക്കർ. അല്ല, നോക്കൂ, നമ്മൾ ശരിയായിട്ടുള്ള പോയിന്റ്സിനെയാണോ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ചർച്ചയിൽ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഇവിടെ ശ്രീ വിഷ്ണുവിൻ്റെ രാഷ്ട്രീയമോ അദ്ദേഹത്തിൻ്റെ കക്ഷി രാഷ്ട്രീയമോ ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ, അദ്ദേഹത്തിന് അതിശക്തമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഇവിടെ എതിർക്കുന്നത് അതിൻ്റെ പേരിലാവരുത്. അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അബദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനാവശ്യമായിട്ടുള്ള ഒരു ആരോപണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് അതിനെ ചോദ്യം ചെയ്യണം. അതല്ലാതെ രാഷ്ട്രീയമുള്ളത് കൊണ്ടാണ് വിഷ്ണു ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ആ വാദത്തിനെ നെഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കയ്യിൽ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. ശ്രീ ഹസ്കർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. സമരം ചെയ്യണമെങ്കിൽ ആശാ വർക്കർമാർ ഡൽഹിയിൽ പോയി സമരം ചെയ്യണം എന്നാണ് പറഞ്ഞത്. ശരിയാണ്, കേന്ദ്രത്തിൻ്റെ ഇൻസെൻറ്റീവും കിട്ടാനുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഡൽഹിയിലും സമരത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ അങ്ങോട്ട് പോകാനുള്ള പണം ആര് കൊടുക്കും? ശ്രീ ഹസ്കർ കൊടുക്കുമോ? CPM കൊടുക്കുമോ? ആരെങ്കിലും കൊടുക്കുമോ? അവർക്ക് പണമില്ലെന്നേ. അവരുടെ കയ്യിലുള്ളതും അവർ കടം വാങ്ങിയതും ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രിയും കൂടെ വരാമെന്നാണ്. നന്നായി. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ അവരുടെ കയ്യിലുള്ളതും കടം വാങ്ങിയതും എല്ലാം ചേർത്തിട്ടാണ് അവർ തിരുവനന്തപുരത്ത് വന്നിട്ട് സമരം ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് അവരുടെ നാട്ടിൽ അവരുടെ ഭാഷ സംസാരിക്കുന്ന ഒരു സർക്കാർ, അതും ഒരു തൊഴിലാളി വർഗ സർക്കാർ, അവരെ മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ആര് മൈൻഡ് ചെയ്യണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്? മറ്റുള്ള പാർട്ടിക്കാരോ കേന്ദ്ര സർക്കാരോ അവരെ മൈൻഡ് ചെയ്യും എന്നാണോ ഇദ്ദേഹം കരുതുന്നത്? നോക്കൂ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിട്ടുള്ള ഒരു ഇൻസെൻറ്റീവ് അവർക്ക് നൽകുന്നത്, ഓണറേറിയമായിട്ട് നൽകുന്നത് കേരളമാണ് എന്ന് മേനി നടിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിനുള്ള 2 വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ വ്യത്യാസം, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ PSC ജോലിക്കാരുടെ എണ്ണം നമ്മൾ പറയുന്നത് പോലെ തന്നെ, PSC മെമ്പർമാരുടെ എണ്ണം പറയുന്നത് പോലെ തന്നെ ഉള്ള കണക്കിലല്ല കേരളത്തിലുള്ളത്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടുള്ള ബെനിഫിറ്റ്സ്, ആയുഷ്കാല ബെനിഫിറ്റ്സ് ഒക്കെ തന്നെ നമ്മൾ ഒരു എലീറ്റ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെ യാതൊരു വിധത്തിലുള്ള യോഗ്യതയുമില്ലാതെ നമ്മൾ കൊടുക്കുകയാണ്. ആശാ വർക്കർമാരുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങൾ നൽകുന്ന ഓണറേറിയം കുറവാണെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ അവിടെ അവർക്ക് കിട്ടുന്ന ദിവസക്കൂലി അല്ലെങ്കിൽ വേജസ് എന്ന് പറയുന്നത് താരതമ്യേന ഒരു ജോലിക്ക് കുറവാണ്. കേരളത്തിൽ അത് കൂടുതലാണ്. അപ്പോൾ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വ്യത്യാസം, ഇന്ത്യയിൽ ഒരുപക്ഷെ ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം, ദീർഘമായ പാരമ്പര്യമുള്ള ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം അധികാരത്തിലിരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പോൾ കോണ്ടെക്സ്റ്റ് ഏതാണെങ്കിലും പാടത്ത് ജോലി വരമ്പത്ത് കൂലി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ തൊഴിലാളി വർഗം, അടിസ്ഥാന വർഗത്തിലുള്ള ആൾക്കാർ, അവർക്ക് കിട്ടുന്ന ന്യായമായിട്ടുള്ള കൂലി ഈ പറയുന്ന 7000 + 2000 ആണോ അല്ലയോ എന്ന കാര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, തൊഴിലാളി യൂണിയനുകൾക്ക് അഭിപ്രായം ഉണ്ടാകേണ്ടതല്ലേ? അഭിപ്രായം ഉണ്ടാകേണ്ടതല്ലേ? അതുണ്ടാകുന്നില്ല. ഇപ്പോൾ PSC അംഗങ്ങളുടെയും ചെയർമാന്റെയും ഒക്കെ കാര്യത്തിൽ പറയുന്ന ന്യായീകരണം, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ ശമ്പളമുണ്ട്, അത് ജുഡീഷ്യൽ ഓഫീസറുടെ ആ റാങ്കിലുള്ള ശമ്പളമാണ്, ജഡ്ജിമാരുടെ ആ റാങ്കിലുള്ള ശമ്പളമാണ് കിട്ടുന്നത്, അതിവിടെ കിട്ടുന്നില്ല, അതുകൊണ്ട് ആ അസമത്വം ഞങ്ങൾ ഇല്ലാതാക്കിയതാണ്. ഇതാണ് ന്യായമായിട്ട് പറയുന്നത്. അല്ല മഞ്ജുഷ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ 21 ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ജോലി വേണ്ട. ഇപ്പം 21 ആൾക്കാരെന്ന് പറയുന്നത് നമ്മൾ മന്ത്രിസഭയിൽ കണ്ടിട്ടുണ്ട്, 21 പേരുണ്ട്. ഈ 21 പേർക്കും അതാത് വകുപ്പുകളുണ്ട്, അത് നോക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, PSC അംഗത്തെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? എന്ത് തരത്തിലുള്ള യോഗ്യതയാണ്? എന്തൊക്കെ ചുമതലയാണ് ഓരോരുത്തർക്കും ഉള്ളത്? എന്ത് ഉത്തരവാദിത്തമാണ് ഇവർക്ക് അവരുടെ തീരുമാനങ്ങളിലുള്ളത്? ഏതെങ്കിലും തരത്തിലുള്ള വിസിബിലിറ്റി ഉണ്ടോ? ഇപ്പോൾ 21 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന വളരെ കുറച്ച് ആൾക്കാരുടെ പേരുകൾ മാത്രമേ ഉള്ളൂ. പലപ്പോഴും പല ഘടകകക്ഷികളുടെയും പ്രതിനിധികളായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഇന്ന ആൾക്കാരാണ്, ഇന്ന പേരുകാരാണ് എന്ന് ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം, ഒരു 99% മലയാളികളും അറിയുന്നത് ഒരുപക്ഷെ അല്പം മുമ്പ് മഞ്ജുഷ് വായിച്ചിരിക്കുന്ന ഒരു ലിസ്റ്റിൽ നിന്നാണ്. അങ്ങനെയാണ് ഒരുപക്ഷെ പേര് പോലും കേൾക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, നിങ്ങൾക്ക് വിസിബിലിറ്റിയും ഇല്ല, നിങ്ങളുടെ ചുമതല എന്താണ് എന്നതിനെപ്പറ്റി അറിയില്ല. 21 പേര് കൂടി അവിടെ ഇരുന്നിട്ട് എന്ത് മറിക്കുകയാണ് എന്ന കാര്യത്തിനെപ്പറ്റി ഒരാൾക്കും അറിയില്ല. പക്ഷേ നടക്കുന്നത് എന്താണ്? അവർക്ക് ഈ 2.5 ലക്ഷം രൂപയോളം ശമ്പളം നിലവിൽ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞത്, അങ്ങനെ കിട്ടുന്ന ആൾക്കാരെ, സമ്പന്ന വിഭാഗത്തിലാണല്ലോ കേരളത്തിൽ എന്തായാലും അത്തരത്തിലുള്ള ആൾക്കാരെ പെടുത്തുക. ഈ സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ വീണ്ടും 1 ലക്ഷം അഡീഷണൽ കൊടുത്തിട്ട് അതിസമ്പന്നരാക്കുകയും ദരിദ്രരായിട്ടുള്ള ഈ ആശാവർക്കർമാരെന്ന് പറയുന്ന ഒരു മാസം 9000 രൂപ മാത്രം വരവ് കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാരെ അത് കൊടുക്കാതെ അതിദരിദ്രരുമാക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേര് CPM നിഘണ്ടുവിൽ ക്യാപിറ്റലിസം എന്നാണ്.
അതിന് ഇവർക്ക് കുറേയധികം തിയറി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാടത്ത് ജോലി വരമ്പത്ത് കൂലി എന്നൊക്കെ പറയുന്ന സമയത്ത് മാർക്സ് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ചില തിയറികളുണ്ട്. ഈ ശ്രീ ഹസ്കറിന് അറിയാമായിരിക്കും, ആർക്കും അറിയില്ലെങ്കിൽ ശ്രീ ഗോവിന്ദൻ മാഷിനോട് ചോദിച്ചാൽ മതി. തിയറി ഓഫ് ഇമ്മിസറേഷൻ എന്ന് പറഞ്ഞിട്ട് കാൾ മാർക്സ് വിശദീകരിച്ചിരിക്കുന്ന ഒരു തിയറിയുണ്ട്. ഈ മാർക്സ് ഒക്കെ ഒരുപക്ഷെ ഈ ആശാവർക്കർമാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല എന്ന് കേട്ട് കഴിയുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും. കാരണം നിങ്ങളൊരു ചൂഷക വർഗമായിരുന്നു കൊണ്ട് സാധാരണക്കാരനായിട്ടുള്ള ലേബററുടെ ശമ്പളത്തിനെ, വേജസിനെ എത്ര കണ്ട് കുറയ്ക്കുന്നോ, അവനെ തൊഴിൽ നിഷേധിക്കുന്നോ, അല്ലെങ്കിൽ അവനെ ഈ രീതിയിലത്തേക്ക് ശമ്പളം കൊടുക്കാതെ അവനെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്നോ, അങ്ങനെ അവനെ പാവപ്പെട്ടവനാക്കി വീണ്ടും നിങ്ങൾ തള്ളിവിടുന്നോ, അവിടെ നിങ്ങളുടെ ക്യാപിറ്റലിസം മുറുകുന്നോ, ഇതിനെയൊക്കെ തന്നെ വ്യാഖ്യാനിക്കുന്നതാണ് ഈ തിയറി ഓഫ് ഇമ്മിസറേഷൻ. അപ്പോൾ ഇതൊക്കെ ഇവരുടെ പുസ്തകങ്ങളിലുണ്ട്. ഇവർ പറയുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന AI ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ വിശദീകരിക്കുന്ന സമയത്ത് ഈ അസമത്വത്തിനെ പറ്റിയും സോഷ്യലിസത്തിനെ പറ്റിയും ഇമ്മിസറേഷനെ പറ്റിയും ഒക്കെ പറയുകയും, ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ഒരു വലതുപക്ഷ പാർട്ടി പോലും ചെയ്തിട്ടില്ലാത്ത രീതിയിലത്തേക്കുള്ള അതിക്രൂരമായിട്ടുള്ള നയങ്ങൾ മുതലാളിത്തത്തിന്റെ അതിന്റെ ഏറ്റവും ഉയർന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് ഈ ശമ്പള വർധനവിലൂടെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു, അല്ല, അതെ തീർച്ചയായും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് ഞങ്ങളെപ്പോലുള്ള ഒരു വലിയ വലിയ കോർപ്പറേറ്റുകളും മുതലാളി വർഗ്ഗങ്ങളുമാണ്. എന്നെ പോലെയുള്ള ഉദ്യോഗാർത്ഥികൾ, ഞങ്ങൾ കൂലിപ്പണിയെടുത്ത് പഠിച്ച് പരീക്ഷ എഴുതി വരുന്ന പാവങ്ങളാണ് ഞങ്ങൾ. അവരുടെ നോട്ടത്തിൽ ഞങ്ങൾ ഏറ്റവും വലിയ കോടീശ്വരരാണ്. പക്ഷേ ഇതുപോലെ തന്നെ തോമസ് മാഷ്, പിന്നെ ഈ പറഞ്ഞ EP ജയരാജൻ, അദ്ദേഹത്തിൻ്റെ പിന്നെ അനന്തരവൻ, മുൻ ചെങ്ങന്നൂർ MLA മകൻ, ഈ പറയുന്ന PSC ചെയർമാൻ, മുൻ PSC ചെയർമാൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അവരുടെ കാഴ്ചപ്പാടിൽ തൊഴിലാളികളായിട്ടുള്ളത്. ആ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവർക്ക് ഇത് മാത്രം ചെയ്താൽ പോരാ, അവരുടെ ദാരിദ്ര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ ഗവൺമെൻറ് പറ്റുമെങ്കിൽ ഓരോ കാലിത്തൊഴുത്തും ഈ 2 പശുക്കളെ കൂടി അവർക്ക് വാങ്ങിക്കൊടുക്കുക. കാര്യം അത്രമേൽ അവർ ദാരിദ്ര്യം അനുഭവിക്കുകയാണല്ലോ. ശരി, ശ്രീമതി മേരി ജോർജ്, ഇതിൽ പറയുന്ന മറ്റൊരു ന്യായീകരണം എന്നത് ഇവർ 21 അംഗങ്ങളല്ലേ ഉള്ളൂ, അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുക എന്നുള്ളത് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന ഒന്നല്ല. പക്ഷെ മുൻകാല പ്രാബല്യത്തോടു കൂടി കൊടുക്കുകയാണെങ്കിൽ അത് വലിയ ബാധ്യതയായി തീർന്നേനെ. അത് അങ്ങനെ ഒരു കാര്യം പരിഗണിച്ചിട്ടുമില്ല. പക്ഷേ ആശാവർക്കർമാരുടെ കാര്യത്തിലാണെങ്കിലും ഇത്രയും കൂടുതൽ എണ്ണമുണ്ട്, അതനുസരിച്ച് സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയും കൂടുമെന്നാണ്. ഈ ന്യായത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് അടിസ്ഥാനരഹിതമായ ഒരു ന്യായീകരണമാണ്. അതായത് ശരിക്കും CPM ഇപ്പോൾ ന്യായീകരണ തൊഴിലാളികളുടെ സഹായത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ PR ഏജൻസികളുടെ സഹായത്തോടു കൂടി ഒരു 3ാം വരവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും നടത്തുകയാണ്. ഇപ്പൊ 21 അംഗങ്ങൾ PSCയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗവൺമെന്റ് എല്ലായ്പ്പോഴും, LDF ഗവൺമെന്റ് എല്ലായ്പ്പോഴും വിളിച്ചു കൂവുന്ന ഒരു വസ്തുതയുണ്ട്. കേരളം ഒരു ഹൈലി ഡിജിറ്റൽ ഇക്കോണമിയായി മാറിയിരിക്കുന്നു എന്ന്. അതുപോലെ ഈ PSCയിലും എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായിട്ടാണ് നടത്തുന്നത് എന്നാണ് ഇവർ പറയാറുള്ളത്. പരീക്ഷകൾ പോലും ഡിജിറ്റലായിട്ടും ഓൺലൈനിലും ഒക്കെയാണ് പരീക്ഷകൾ നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള പരീക്ഷകളൊക്കെ നടത്താൻ എന്തിനാണ് 21 പേര് എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുകയാണ്. അതേസമയം നമ്മൾ ഒന്ന് നോക്കുക, ഇവിടെ കേരളത്തിൽ നടത്തേണ്ടത് വിദ്യാഭ്യാസ വകുപ്പിലേക്ക്, അതുപോലെ കുറച്ച് സർവീസുകളിലേക്കാണ് പിന്നെ PSC വഴിയായിട്ട് അപ്പോയിന്റ്മെന്റ് നടത്തേണ്ടത്. അതേ സമയത്ത് 9+1 എന്ന് നേരത്തെ മഞ്ജുഷ് പറഞ്ഞ ആ 10 പേരടങ്ങുന്ന UPSC, 10 പേരാണല്ലോ UPSCയിലെ മെമ്പേഴ്സായിട്ട് ഇപ്പോൾ ഉള്ളത്. സാധാരണ അത് 9 ആയിരുന്നു. അവിടുത്തെ 22 പരമപ്രധാനമായ ദേശീയ പരീക്ഷകളാണ് UPSC നടത്തുന്നത്. ആ പരീക്ഷ അത് പൂർണ്ണമായിട്ട് ഓൺലൈൻ ആക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള പരീക്ഷകൾ നടത്തുന്നിടത്ത് 10 പേർ മതി. അത് ഓർക്കണം. 145 കോടി 146 കോടിയോളം ജനങ്ങൾക്ക് വേണ്ടിയാണ് UPSC പരീക്ഷ നടത്തുന്നത്. അതേ സമയത്ത് KPSC, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ നടത്തുന്നത് വെറും 3,57,00,000 അവസാനം കിട്ടിയതാണ്. ഈ 3,57,00,000 പേർക്ക് വേണ്ടിയാണ്. അപ്പൊ തന്നെ അതിന്റെ വൈരുദ്ധ്യം വളരെ ക്ലിയർ അല്ലേ? അതായത് ഈ 3,57,00,000 പേർക്ക് വേണ്ടി പരീക്ഷ നടത്തുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി പരീക്ഷ നടത്തുന്നിടത്ത് 21 പേര്, 146 കോടി പേർക്ക് വേണ്ടി പരീക്ഷ നടത്തുന്നിടത്ത് 9 അല്ലെങ്കിൽ 10 പേര് എന്ന് പറയുമ്പോൾ തന്നെ ആ ജോലി ബേർഡൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് PSC എന്നത് അംഗീകരിക്കുന്നു. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും അഴിമതിക്കോ അതല്ലെങ്കിൽ പിൻവാതിൽ നിയമനത്തിനോ കൂട്ടുനിൽക്കുന്ന ഒന്നല്ലല്ലോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ.
അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ട് വരുന്ന ബോഡിയിൽ തന്നെ ഇഷ്ടപ്പെട്ടവരെ തിരികെ കയറ്റുന്നതിന്റെ കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, വിഷ്ണു തന്നെ സൂചിപ്പിച്ചു. അതായത് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റാൻ വേണ്ടി ഉള്ള നിയമനമാണ് PSCയിൽ നടത്തുന്നത്. അത് തന്നെ വളരെ ക്ലിയർ ആണ്. പിൻവാതിൽ നിയമനങ്ങൾ വളരെ അധികമായിട്ട് LDF ഗവൺമെന്റിന്റെ കാലത്ത് നടക്കാറുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തില് അതായത് ഗവൺമെന്റ് പ്ലീഡർമാരായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. ഗവൺമെന്റ് കൊടുക്കുന്ന ഗുളിക ഇപ്പൊ അതായത് ഇപ്പൊ നമുക്കറിയാം CPMന്റെ ആൾക്കാരായിട്ട് ചർച്ചയ്ക്ക് വരുന്നവർ തന്നെ അവരുടെ പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ഗുളികകളാണ്, സ്വയം മനസ്സിലാക്കിയ കാര്യങ്ങളല്ല ഇവിടെ വന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ആ ഗവൺമെന്റ് പ്ലീഡർമാര് ഗവൺമെന്റ് കൊടുക്കുന്ന ബോഡ്യൂൾസ് ആണ് കോടതിയിൽ ചെന്ന് ഗവൺമെന്റിന് വേണ്ടി പറയുന്നത്. അതുപോലെ തന്നെ PSC മെമ്പേഴ്സിനോട് ഇന്നവരെ അപ്പോയിന്റ് ചെയ്യാൻ പറഞ്ഞാൽ അവരെ തന്നെ അപ്പോയിന്റ് ചെയ്യും. നേരത്തെ തന്നെ വിഷ്ണു പറഞ്ഞല്ലോ, അതായത് വിളംബരം ചെയ്ത് പരീക്ഷ നടത്തി ഇവർ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ നടത്തിയിട്ട് ആ ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുക. എന്തൊരു ക്രൂരതയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. മറ്റൊരു ഗുണമുണ്ടായത് ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ ശമ്പളം കൂട്ടിക്കൊടുക്കാൻ സർക്കാരിന് തോന്നിയത് കൊണ്ട് കുറെ ഏറെ കാര്യങ്ങൾ വെളിയിലേക്ക് വന്നു. സാധാരണ ജനങ്ങൾക്ക്, സാധാരണ എന്നല്ല മിക്കവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ PSC അംഗങ്ങളെ എങ്ങനെയാണ് നിയമിക്കുന്നത്, ഇവരുടെ ശമ്പളം എത്രയാണ്, ഇവരുടെ അലവൻസ് എത്രയാണ്, ഇതൊക്കെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്നതുകൂടിയുണ്ട്. അതുപോലെ തന്നെ വിഷ്ണു പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന കാര്യവും കുറേയേറെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇത്രയും കുറേയേറെ ഈ PSCയെ കുറിച്ചുള്ള കാര്യങ്ങൾ വെളിയിലേക്ക് വന്നു എന്നതാണ്. പിന്നെ ഒരു കാര്യം, ഈ തോമസ് മാഷിന്റെ കാര്യത്തിൽ താങ്കൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? KB തോമസ് ഡൽഹിയിൽ ഒരു ലേസനായിട്ട് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇടയിൽ ഉണ്ട് എന്നത് കുറെ നാളായിട്ട് ചർച്ചയിലുള്ള കാര്യമാണ്. കുറേയേറെ പദ്ധതികൾ ആ രീതിയിലൊക്കെ അദ്ദേഹം ആസൂത്രണം ചെയ്ത് കൊണ്ടുവരുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഫേവർ ചെയ്യുന്നതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സേവനം ചെയ്യാൻ നിർവഹിക്കണം. ചില സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീജിത്ത് പണിക്കർ, തോമസ് മാഷിനും ഇപ്പോൾ കോൾ അടിച്ചിരിക്കുകയാണ്. അത് അൺമ്യൂട്ട് ചെയ്യോ? കേൾക്കുന്നില്ല ശ്രീജിത്ത്, കേൾക്കുന്നില്ല. ഇല്ല, കേൾക്കുന്നില്ലല്ലോ ശ്രീജിത്ത്, കേൾക്കുന്നില്ല. ഓടിപ്പോയി. വിഷ്ണു, ഇപ്പോൾ ഒരു കാര്യത്തിൽ മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത്, മറ്റ് പലയിടങ്ങളിലും ഈ രീതിയിലുള്ള ശമ്പള വർധനവും ആനുകൂല്യങ്ങൾ കൂട്ടിക്കൊടുക്കലും ഒക്കെ നടക്കുന്ന ഒരു സമയമാണിത്. തീർച്ചയായും. ഞാൻ നേരത്തെ അദ്ദേഹത്തിനോട് ചോദിച്ചത് PSC ബോർഡ് മെമ്പർ ആവാൻ എന്താണ് മാനദണ്ഡം എന്നാണ് ഞാൻ ചോദിച്ചത്. അത് ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഇവിടെ SI, KAS, പിന്നെ ഹൈസ്കൂൾ അധ്യാപിക, ഇങ്ങനെ തുടങ്ങിയ തസ്തികകളിലേക്ക് നടത്തുന്ന എക്സാമുകൾ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ട്. ഈ ഇൻ്റർവ്യൂ ബോർഡിൽ വ്യക്തമായി ഞാൻ പറയുകയാണ്, ഇൻ്റർവ്യൂ ബോർഡിൽ ഒരു PSC മെമ്പറും 2 സബ്ജക്റ്റ് വിദഗ്ധരുമാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇവർ 20 മാർക്ക് ഇൻ്റർവ്യൂയിലൂടെ ആഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇവരുടെ ആളുകളെ ഇവർക്ക് അതിനകത്ത് തിരികെ കയറ്റാൻ പറ്റുന്നില്ലേ? അത് പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ആളുകളെ ഇതിനകത്ത് തിരികെ കയറ്റുന്നത്. PSC എന്ന് പറയുന്ന സംസ്ഥാന PSC വഴി വളരെയധികം യുവാക്കൾക്ക് നിയമനം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു മുൻകാലങ്ങളിൽ. പക്ഷേ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു നിയമനവും ശരിയായ രീതിയിൽ നടക്കുന്നില്ല. പിന്നെ LD ക്ലർക്ക്, LGS പോലുള്ള തസ്തികകൾ പോലും നിയമനമില്ല. വളരെ ചുരുക്കം നിയമനം മാത്രമാണ് നടക്കുന്നത്. ആ സ്ഥലങ്ങളിലെല്ലാം ഇവരുടെ ആളുകളെ ഇവരെ താൽക്കാലികമായി അവിടെ അക്കോമഡേറ്റ് ചെയ്യുകയാണ്. പിൻവാതിൽ നിയമനം നടക്കുകയാണ്. അവിടെ ഈ അംഗങ്ങൾക്കുള്ള പങ്കാണ് നിങ്ങളെ പോലുള്ളവർ സംശയിക്കുന്നത്. തീർച്ചയായും. ശരി, ശ്രീമതി മേരി ജോർജ്, തോമസ് മാഷിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? അദ്ദേഹത്തിന് ഈ പറയുന്ന യാത്രാ ചെലവ് അത് കുറവാണെന്നാണ് ഇപ്പോൾ സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. 5 ലക്ഷം രൂപയെ അദ്ദേഹത്തിന് യാത്രാ ചെലവായി കൊടുക്കുന്നുള്ളൂ. അതൊരു 11 ലക്ഷത്തിൽ കൂടുതലാക്കി കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാ ദിവസവും ഇവിടെ നിന്ന് എയർ വഴി ഡൽഹിയിലേക്ക് പോകാനും തിരിച്ചു വരാനുള്ള അവസരം കൊടുക്കട്ടെ. അപ്പൊ യാത്രാ ചെലവ് കൂട്ടിക്കൊടുക്കാമല്ലോ. അതിന് പകരം അദ്ദേഹം കുറെ ദിവസം അവിടെ താമസിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലേക്ക് വരുന്നു, അങ്ങനെ വരുന്നുണ്ടല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മഞ്ജുഷ ഒരു കാര്യം മനസ്സിലാക്കാം. ഈ തോമസ് സാർ അവിടെ നിൽക്കുന്നത് കൊണ്ട് ശരിക്കും BJPയുമായിട്ട് ധാരാളം ലേസൺ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ലേസൺ വർക്കിന്റെ ഫലമായിട്ടാണ് ഈ ഗവൺമെന്റ് ഇപ്പോഴും തുടരുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇതിന് എത്രയോ മുൻപേ തന്നെ
പ്രസിഡന്റ് ഭരണം കേരളത്തിൽ വരുമായിരുന്നു. ആ തരത്തിലാണ് കേരളത്തിന്റെ ധനസ്ഥിതി. കേരളത്തിന്റെ ധനസ്ഥിതി എന്ന് പറയുമ്പോൾ എനിക്ക് ധനമന്ത്രിയോട് ഒരു പരിഭവവുമില്ല. അദ്ദേഹമല്ല അവിടെ കുറ്റക്കാരൻ. അദ്ദേഹമല്ല കുറ്റക്കാരൻ എന്നറിയണമെങ്കിൽ CAG റിപ്പോർട്ട് എടുത്ത് വായിക്കണം. അവസാനവട്ട CAG റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് എല്ലാ വകുപ്പിനും കൊടുത്തിരിക്കുന്ന ഫണ്ട് വകമാറ്റുന്നു എന്നാണ്. അപ്പൊ വകുപ്പിന് ധനമന്ത്രി ഫണ്ട് കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്ന ഫണ്ട് വകമാറ്റി പോകുന്നത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല, കുറ്റം മറ്റെവിടെയോ ആണ്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വകമാറ്റലിനുള്ള ശുപാർശകളൊക്കെ പോകുന്നത്. അല്ലെങ്കിൽ ആരും ചെവിക്കൊള്ളില്ല. അപ്പൊ അങ്ങനെ വകമാറ്റി ചെലവഴിക്കുന്ന കാരണം കൊണ്ട് അത് ധനമന്ത്രിയാണ് കേരളത്തിന്റെ ധനപ്രതിസന്ധിയുടെ കാരണഭൂതൻ എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഈ ധനപ്രതിസന്ധി ഇതുപോലെ രൂക്ഷമായിരിക്കുന്ന സമയത്തും ഈ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ മന്ത്രിമാർക്കും അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കും ഈ ഗവൺമെന്റിനും ഇങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നത് തന്നെ തോമസ് മാഷിന്റെ ലേസൺ വർക്ക് ആണ് എന്നാണ് ന്യായമായിട്ടും ഞാൻ ഊഹിക്കുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് ഒരുപാട് യുക്തിസഹമായിട്ടുള്ള കാരണങ്ങൾ നിരത്താൻ പറ്റും. ഈ ഗവൺമെന്റിനെ പിരിച്ചുവിട്ട് ഇവിടെ പ്രസിഡന്റ് ഭരണം കൊണ്ടുവരാൻ പറ്റുമായിരുന്നു എന്നതിന് തെളിവായിട്ട് അതൊന്നും ചെയ്യാത്തത് അദ്ദേഹത്തിന്റെ ശക്തമായ ലേസൺ വർക്ക് ആയിരിക്കും. ശ്രീ പണിക്കർ, ഇപ്പോൾ തോമസ് മാഷിന് കുറച്ച് കാശ് കൂട്ടിക്കൊടുത്തത് കൊണ്ട് ലേസൺ വർക്ക് നന്നായിട്ട് നടക്കുമല്ലോ, അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് അതിനകത്ത് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. അല്ല, തീർച്ചയായിട്ടും LDFന്റെ ന്യായീകരണം അത് തന്നെ ആയിരിക്കാം. കാരണം അദ്ദേഹത്തിനെ അവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരുമായി ഒരു നല്ല സൗഹൃദ ബന്ധം തുടർന്ന് പോകണമെന്ന രീതിയിലത്തേക്കാണ്. ഒരു ലൈസൻസ് വർക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. പിന്നെ അദ്ദേഹം ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ പറ്റി വളരെ ക്ലോസ് ക്വാർട്ടേഴ്സിൽ അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഒരുപക്ഷെ അദ്ദേഹം കുറേയധികം കാര്യങ്ങൾ ഒരുപക്ഷെ അതിനത്രത്തോളം പബ്ലിസിറ്റി കിട്ടുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ സർക്കാരിന് വളരെ വേണ്ടപ്പെട്ട കുറേയധികം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തിപരമായിട്ട് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ആ ഒരു ബോധ്യം ഒരു വ്യക്തിക്ക് മാത്രമല്ല ഉണ്ടാകേണ്ടത്, സംസ്ഥാനത്തിനുണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 2.5 ലക്ഷം കിട്ടുന്ന ആളിന് 3.5 ലക്ഷം കൊടുക്കുമ്പോഴും 9,000 മാത്രം കിട്ടുന്ന ആളിന് അത് കൊടുക്കാതിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ആ ഒരു തീരുമാനം അങ്ങനെ വരുന്നത് എന്നതിനെക്കുറിച്ച് ജസ്റ്റിഫൈ ചെയ്യാൻ ബാധ്യതയുള്ള ഒരു ഗവൺമെന്റ് ഇവിടെയുണ്ട്. ആ ഗവൺമെന്റാണ് ഇവിടെ വിശദീകരിക്കേണ്ടത്. തോമസ് മാഷിന്റെ അദ്ദേഹത്തിനെ അവിടെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഇത്ര കാലത്തെ പ്രവർത്തനത്തിൽ ഈ രീതിയിലത്തേക്കുള്ള ഒരു അലവൻസിന്റെ കുറവ് കൊണ്ട് ഇന്ന പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അതിനെ പരിഹരിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു എന്ന് കണക്ക് സഹിതം പറയണം. അല്ലെങ്കിൽ ഈ 5 എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് 11 മാറുന്നത് എന്നത് ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു കണക്കാകാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ പറയുന്നത് വ്യക്തിപരമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ബോധ്യമുണ്ട്. പക്ഷേ നാളെ ഇന്ന് വരെ PSCയിലുള്ള അംഗങ്ങളെ പറ്റി, അവരൊക്കെ ആരാണ് എന്നതിനെ പറ്റിയോ അവരുടെ ജോലിയെ പറ്റിയിട്ടുള്ള ഒരു വിസിബിലിറ്റിയോ അവരുടെ ചുമതലകൾ എന്താണ് എന്ന കാര്യത്തിനെ പറ്റിയോ ഇങ്ങനെ ആരെങ്കിലും വ്യക്തിപരമായി പോലും എവിടെയെങ്കിലും ഈ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ഞാൻ പറയുന്ന ഒരു തമാശയുണ്ട്. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു വിസിബിലിറ്റിയും ഇല്ലാത്ത, ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഇങ്ങനെയുള്ള ആൾക്കാരുടെ ആയുഷ്കാല ആരോഗ്യ പരിപാലനം മഞ്ജുഷിൻ്റെയും എൻ്റെയും മേരി ടീച്ചറുടെയും വിഷ്ണുവിൻ്റെയും ഹസ്കറിൻ്റെയും ഒക്കെ ആജീവനാന്ത ഉത്തരവാദിത്തമാണെന്ന് പറയുന്നതിലെ തമാശയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവരൊക്കെ ആരാണെന്നോ ഇവർ സംസ്ഥാനത്തിന് എന്ത് സംഭാവനയാണ് നൽകുന്നത് എന്നോ നമുക്കറിയില്ല. ഒരു സംഭാവനയും ചെയ്യുന്നില്ല. അത് മാത്രമല്ല ഓരോ പാർട്ടികളുടെയും പ്രതിനിധികൾ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. നോമിനികളാണ്, അതാത് പാർട്ടികൾക്ക് താല്പര്യമുള്ള ആളുകളാണ് PSC ചെയർമാനായിട്ടും PSC അംഗങ്ങളായിട്ടും വരുന്നത്. കാരണം അതിന് കൃത്യമായ യോഗ്യതയില്ലല്ലോ. 62 വയസ്സ് എന്നുള്ള ഒരു മാനദണ്ഡം മാത്രമാണ് അതിലുള്ളത്. ശരി, നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പള വർധന അംഗീകരിക്കാൻ കഴിയുമോ? അംഗീകരിക്കാൻ കഴിയുമെന്ന് 12% പ്രേക്ഷകർ മാത്രം, ഇല്ല എന്ന് 86%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.